بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, ബഹുമാനമുള്ള വാഫിസ്താവുകളെ, ഈ സന്ദർഭത്തിൽ വലിയ ഒരു അള്ളാഹിനടുക്കൽ ഖബൂലിയത്തുള്ള സ്വീകാര്യതയുള്ള നല്ല നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള നമുക്ക് ഗുണം കിട്ടുന്ന ഒരു വിഷയത്തിലാണ് നാം ഏർപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിന് സാക്ഷിയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമ്പിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരല്ലാത്ത ഔലിയാക്ക മഹാന്മാരുടെയും ചരിത്രങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതെന്തിനാണ് വിവരിച്ചത്? രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, അവരെ പുകഴ്ത്തലാണ്. ഈ പുകഴ്ത്തൽ കൊണ്ട് രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അമ്പിയാക്കന്മാരെ പുകഴ്ത്തൽ കൊണ്ട്, ഔലിയാക്കന്മാരെയും പുകഴ്ത്തൽ കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഉദ്ദേശം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്തൊക്കെ ഫുള്ളായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ആ മഹാന്മാരെ പുകഴ്ത്തുന്നത് കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പുകഴ്ത്തുകയാണെങ്കിൽ ആ ആള് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പുകഴ്ത്തൽ നമുക്കും കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ട് ആ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതിനു വേണ്ടിയാണ്. ആണല്ലോ, നമുക്ക് തോന്നല്ലേ, ഓരോരുത്തരെ ബന്ധങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് വിളിക്കുമോ, മുഖ്യമന്ത്രി ഒരു മന്ത്രിയെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. എന്താ ഉണ്ടാകുക? ബാക്കിയുള്ള മന്ത്രിമാർക്ക് ആ മന്ത്രിൻ്റെ മാതിരി ആവാൻ ബുദ്ധി ഉണ്ടാവില്ലേ? ആ മന്ത്രിയാലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇനി അധികം പണ്ടങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരുടെ കാര്യം ചെയ്യല്ലോ. അത് മുഖ്യമന്ത്രി എന്നല്ല, രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽപ്പെട്ട ചില അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ ശരിക്കും അള്ളാഹിനെ പറ്റി വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അവരെ നടപടി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്താക്കണത്? ആ പുകഴ്ത്തുന്നത്. രണ്ടാമത്തെ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, അത് രണ്ടും ഒന്നിൻ്റെ ബാക്കി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അമ്പിയാക്കന്മാരെ പുകഴ്ത്തി, ഔലിയാക്കന്മാരെ, മഹാന്മാരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹ് തന്നെ പുകഴ്ത്തിയതല്ലേ എന്ന് മനസ്സിലാക്കി നമ്മൾ പുകഴ്ത്തിയാൽ ആ പുകഴ്ത്തൽ കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ആ പുകഴ്ത്തൽ കൊണ്ട് ദോഷം പൊറുക്കപ്പെടും. അപ്പം നമ്മളെ ദോഷം പൊറുക്കപ്പെടാനും ഒന്ന്. രണ്ടാമത്തത്, ആ പുകഴ്ത്തൽ കണ്ടിട്ട് അവരെ മാതിരി തന്നെ ആയില്ലെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന മാതിരി അവരെ പോലെ ആവാൻ ശ്രമിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഏർപ്പാടാണ് ഇപ്പം നമ്മളെന്താക്കുന്നത് ഇവിടെ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ മുമ്പിൽ വലിയ സ്ഥാനമാണ്. അമ്പിയാക്കന്മാരിൽ റസൂലുള്ളാഹിക്കുള്ള സ്ഥാനം എന്താണോ അതേ സ്ഥാനമായിരുന്നു ഔലിയാക്കളിൽ ആർക്കുള്ള സ്ഥാനം? ശൈഖുൽ സ്ഥാനം. എല്ലാ അമ്പിയാക്കന്മാരുടെയും തലവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുപോലെ എല്ലാ സഹാബത്തെയും ഒഴിവാക്കിയിട്ടാണ്. സഹാബത്ത് കഴിച്ചാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ഔലിയാക്കന്മാരുടെയും തലവനാണ് ആര്? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അത് ഗൗസുൽ ആദമിന്റെ മുമ്പുള്ളവരും സഹാബത്ത് കഴിച്ചിട്ട് സുലൈമാന്റെ കാലം ഹിജ്റ 5-ാം നൂറ്റാണ്ട് അഥവാ 417 ജനിച്ചത്. 5-ാം നൂറ്റാണ്ടിലാണ് ആരുടെ ജനനം. അതിന് 32 നൂറ്റാണ്ട് കഴിഞ്ഞു പോയി, 4 നൂറ്റാണ്ട് കഴിഞ്ഞു പോയില്ലേ? 3 പരിപൂർണമായ നൂറ്റാണ്ട് തയ്പ്പ് കഴിഞ്ഞു പോയി. അതിൽ സഹാബത്തിന്റെ നൂറ്റാണ്ട് കാലം 1-ാം നൂറ്റാണ്ട് വരെയുള്ളൂ. റസൂലുള്ളാഹിന്റെ ഹിജ്റ കഴിഞ്ഞിട്ട് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ എല്ലാ സഹാബകളും തയ്പ്പിയോ ഫാത്തയ്ക്ക്. പിന്നെ 2-3 നൂറ്റാണ്ടിൽ താബീങ്ങളും താബീങ്ങളാണ്. അവരെക്കാളൊക്കെ മേലെ നിൽക്കുന്ന ആരാണ്? ഗൗസുൽ ആദമിന്റെ മുമ്പിലുള്ള മഹാന്മാർ. സഹാബത്ത് കഴിച്ചിട്ട് മുമ്പിലുള്ളവരെക്കാളും അവരെ കാലത്തുള്ള മഹാന്മാരെക്കാളും പിന്നീട് വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരാൻ പോകുന്നവരെക്കാളൊക്കെ ഉന്നത നിലവാരത്തിലാണ് ആരുള്ളത്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഉള്ളത്.
അതിനോട് ബന്ധപ്പെടുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ പിന്നെ ഒരു 200 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് ആര്? ജുനൈദുൽ ബഗ്ദാദി. ശൈഖുമാർ ഫാത്തിഹയിലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ മഹാന. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവർക്കാണ് എന്ത് പേര് കിട്ടിയത്? സയ്യിദ് ത്വായിഫത്തി സൂഫിയ. സൂഫിയാക്കൾ എന്നുള്ളൊരു പേര് തുടങ്ങിയത് അന്നാണ്. വിശദീകരിക്കാൻ സമയമില്ല, സമയം നോക്കണം. അവരുടെ മുമ്പ് ഹിജറ 1ഉം 2ഉം നൂറ്റാണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ആരെ മുമ്പ്? ജുനൈദുൽ ബഗ്ദാദിന്റെ മുമ്പ്. അന്ന് എന്തില്ല, ഉലമാക്കൾ എന്നേ പറയാറുള്ളൂ. അമ്പിയാക്കൾ, ഉലമാക്കൾ, അല്ലെങ്കിൽ ഔലിയാക്കൾ. സൂഫിയാക്കൾ എന്നുള്ള പേരെന്താക്കാറില്ല, പറയാറില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ സൂഫിയാക്കളാണ്. എല്ലാവരും സൂഫിയാക്കളായ പിന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പുകാരൻ. പിന്നെ ഇന്ന ഗ്രൂപ്പാണെന്നറിയോ? പലയാതി ഗ്രൂപ്പുകാരുണ്ടാവണം. എന്താ പറയുക, ഇപ്പം ഇന്ന ഗ്രൂപ്പാണ്, ഇപ്പം മറ്റേ ഗ്രൂപ്പാന്ന് പറയുള്ളൂ. അപ്പോൾ ഹിജറ 1ഉം 2ഉം 3ഉം നൂറ്റാണ്ടിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഗ്രൂപ്പ് പറഞ്ഞാൽ ആലിമീങ്ങളെല്ലാം തന്നെ, എല്ലാ ആലിമീങ്ങളും, അധിക ആളുകളും ആലിമീങ്ങളാണെന്ന് മാത്രമല്ല, ആലിമീങ്ങളാകുന്ന എല്ലാ ആളുകളും ഉഖ്റവിയ ആലിമീങ്ങളാണ്. ദുനിയാവിൻ്റെ കാര്യലാഭത്തിന് വേണ്ടിയല്ലാതെ ഖൽബ് നല്ലോണം ശുദ്ധീകരിച്ച റസൂലുള്ളാഹി സഹാബത്തിനെ പോലെയുള്ള ആലിമീങ്ങളാണ്. സഹാബി അല്ലാന്നേ ഉള്ളൂ, സഹാബത്തിനുമായുള്ള ആലിമീങ്ങളാണ്. അപ്പോൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, ഗ്രൂപ്പിൻ്റെ പേര് പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ കാലം 2-3 നൂറ്റാണ്ടിൽ ജുനൈദുൽ ബഗ്ദാദിന്റെ കാലമിട്ട് വന്നപ്പോൾ അവിടെ കോലം മാറി. എന്താ കോലം മാറി എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളൊക്കെ പാടും. അതേത് കാലത്തുണ്ടോ? ഒന്നും ആലിമീങ്ങളും പാടുണ്ടല്ലോ. ആലിമീങ്ങളുടെ എണ്ണത്തിനൊന്നും ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. ആലിമീങ്ങൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ കാലഘട്ടത്തിൽ ആലിമീങ്ങളെമ്പാടും ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടെങ്കിലും അതിൽ ബഹുഭൂരിഭാഗവും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയായി, പണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനമാനം കിട്ടാൻ വേണ്ടി, കൽബിൽ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ അത് ഒഴിവാക്കാതെ ആ വേണ്ടാത്ത സ്വഭാവങ്ങളുള്ള കൽബിൻ്റെ ഉടമകളായിക്കൊണ്ട് ബഹുഭൂരിഭാഗം ആളുകളും നീങ്ങി. അതാരുടെ ജീവിതത്തിനെതിരാണ്? സ്വഹാബത്തിൻ്റെ ജീവിതത്തിനെതിരാണ്. അപ്പോൾ ഗ്രൂപ്പ് വേറൊന്നുണ്ടായി, ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ്. അങ്ങനെ വന്നപ്പോൾ ഹൃദയത്തിൻ്റെ നിലവാരത്തിലേക്ക് നോക്കി കിബിറില്ലാത്ത, ഹസദില്ലാത്ത, ലോകമാന്യമില്ലാത്ത, വേണ്ടാത്ത സ്വഭാവങ്ങളൊന്നുമില്ലാത്ത, ഭൗതിക താല്പര്യമോഹം, ഭൗതിക മോഹങ്ങളൊന്നുമില്ലാത്ത, സ്ഥാനമാനത്തിൻ്റെ മോഹമോ പണത്തിൻ്റെ മോഹമൊന്നും ഇല്ലാത്ത, അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ദീൻ പഠിച്ച് ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പ്രത്യേകം വാർത്തെടുക്കാൻ തീരുമാനിച്ചു. ഒരു പേര് കൊടുത്ത ആ ഗ്രൂപ്പിന് എന്ത്? സൂഫിയാക്കൾ. അപ്പൊ മുമ്പുള്ള സൂഫിയാക്കളല്ല എന്നല്ല, എന്താ സൂഫിയാക്കളെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താക്കുന്നില്ല, പേര് അറിയണമെന്നില്ല. സൂഫി എന്നുള്ള കൽബിനെ ശുദ്ധി സ്ഫുടം ചെയ്ത ആളുകൾ എന്ന് അവർക്കർത്ഥം. സൂഫി കൽബിനെ സ്ഫുടം ചെയ്ത ആളുകൾ. മുമ്പെന്തിനാ പേര് പറയാതിരുന്നത്? മുമ്പ് എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പോഴെന്താ പേര് പറയാൻ കാരണം? ഈ ക്ലാസ്സാണ് പറയാൻ കാരണം. അങ്ങനെയുള്ളവരും അല്ലാത്തവരും ഉണ്ടായത് കൊണ്ട് ഒരിക്കലും പേര്. അപ്പം അത്രയും വലിയൊരു മഹാനായിരുന്നു അവര്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അന്ന് മുതൽക്കാണ് സൂഫി എന്നുള്ള പേര് വന്നത്. ആ പേര് കൊടുത്തതും ആ പേരിന് സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ ആരാണ്? ജുനൈദുൽ ബഗ്ദാദി. ലോകത്തൊരാൾക്കും തന്നെ തള്ളാൻ പറ്റാത്ത ഒരാളാണ് ജുനൈദുൽ ബഗ്ദാദി. അവർ ആയിരക്കണക്കായ മുരീദന്മാരോടുകൂടെ, അവരുടെ ശിഷ്യന്മാരോടുകൂടെ ഒരു വെള്ളിയാഴ്ച ജുമയ്ക്ക് ഖുത്ബ ഇങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത്, അറബിയിലാണ് ഖുത്ബ ഓതുന്നത്, ബഗ്ദാദല്ലേ, അറബിയിലാണ് ഖുത്ബ ഓതുന്നത്. ഖുത്ബന്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു, എന്ത്? അലാ റഖബത്തി അയ്ളൻ. എന്താ പറഞ്ഞത്? അലാ റഖബത്തി അയ്ളൻ, പെരടീന. അലാ റഖബത്തി അയ്ളൻ, എൻ്റെ പെരടിയിലും വാക്കർത്ഥം. ഈ അലാ റഖബത്തി എന്നുള്ള ഈ വാക്കിന് അതിന് മുമ്പുള്ള അതുവരെ പറഞ്ഞ വാക്കിനോടൊന്നുമില്ല, യാതൊരു ബന്ധമില്ല. ശേഷം മുമ്പിൽ പറഞ്ഞിരുന്ന വാക്കിനോടൊന്നുമില്ല, ഒരു ബന്ധമല്ല. എല്ലാവരും ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്.
അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ആരാ ചോദിക്കുക? ഏറ്റവും അടുത്തവരാണ് ചോദിക്കുക. അപ്പോൾ ജുമൈ ഖുത്ബയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചു, അതെന്ത് ബഹുമാനത്തോട്. അപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ, അത് നമ്മൾ അടിവരായിട്ട് ഓർമ്മിക്കേണ്ടത്, ഓസുല്ലാദബിന്റെ ഒരു 150-200 കൊല്ലം മുമ്പുള്ള ആളാണ് ആര്? ജുനൈദുൽ ബഗ്ദാദി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളോട് ശിഷ്യന്മാരിൽപ്പെട്ട മുരീദന്മാരിൽപ്പെട്ട ഒരു ഏറ്റവും അടുത്ത മുരീദ് ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട 200 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്, അല്ല 5-ാം നൂറ്റാണ്ട്, 4 പൂർത്തിയാകുമ്പോൾ 5-ാം നൂറ്റാണ്ടാവുമല്ലോ, 400 പൂർത്തിയാകുമ്പോൾ എന്താവും? 5-ാം നൂറ്റാണ്ട്. അപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ സുമാർ 200 കൊല്ലം കഴിഞ്ഞിട്ട് ബഗ്ദാദിൽ ജീലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ ഖാദിർ എന്ന പേര് കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. ആ വരാൻ പോണ കാര്യത്തിന്റെ ദർശനമാണ്. ആർക്കേ കാണുള്ളൂ? ഒൽക്കന്നെ കാണുള്ളൂ. അവിടെയുള്ള വേറെ ആർക്കും ചെയ്യില്ല. ഔലിയാവിന്റെ പ്രത്യേക ദർശനങ്ങൾ ഔലിയാക്കന്മാരെന്നെ കാണുള്ളൂ, കാണേണ്ടവരെ കാണുള്ളൂ. അക്കൂട്ടത്തിലെ വലിയക്കന്മാർ താഴത്തുള്ളവരില്ല എന്നല്ല, ഒരു കണ്ടതില്ല, കണ്ടതാരുള്ളൂ. അപ്പൊ ദർശനം ഉണ്ടാവേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കണ്ടാൽ മതിയെങ്കിൽ പിന്നെ എന്താവില്ല, ദർശനം വെറുതെ ഉണ്ടാക്കാനുള്ള വിൽക്കാനുള്ളതല്ല, ആവശ്യത്തിന് മാത്രമാണ്. അപ്പം ബഹുമാനപ്പെട്ടവര് അങ്ങനെ ദർശനമുണ്ടായി. ആ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള കുട്ടി വളർന്ന് വലുതായി ഉയർന്ന സ്ഥാനത്തെത്തും. ആ സ്ഥാനത്തെത്തുമ്പോൾ ആ കുട്ടി ഓർഡർ പ്രകാരം പറയും, എൻ്റെ കാൽ മുഴുവൻ ഔലിയാക്കന്മാരിൽ തോളിലാണെന്ന്, പരടിയിലാണെന്ന് പറയും. കാല് തോളിലൊക്കെയാണ് അതിനർത്ഥം, മേലെയാണെന്നർത്ഥം, മറ്റൊക്കെ താഴെയാണ്. ഈ ദർശനമാണ് ആർക്കുണ്ടായത്? ബഹുമാനപ്പെടുന്ന അത് പെട്ടെന്ന് ദർശനം പെട്ടെന്ന് കഴിഞ്ഞത്. മൂപ്പരതിനെ പറ്റി ഒന്നും പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? 200 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോണതല്ല, അങ്ങനെ ഉണ്ടാവും എന്നൊരു വാർത്ത എനിക്ക് തന്നതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തില്ല, അതിനെപ്പറ്റി ഒരു പ്രതികരണം ഗുണം ദോഷമൊന്നും പറഞ്ഞില്ല. അപ്പോൾ താനൊക്കെ ആരോപണം, എന്താ പ്രതികരിക്കാത്തത്, നിങ്ങൾ അനുസരിക്കാത്തത്? അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് മൂപ്പരെ കാര്യം എങ്ങോട്ടും വരുന്നുണ്ട്, വയ്യോട്ടും വരുന്നുണ്ട്. അപ്പൊ മൂപ്പര അന്നേരം പറഞ്ഞാണ്, എല്ലാ റഹബത്തി ഇവൻ എൻ്റെ പരടിയിലും വെച്ച് കൊള്ളട്ടെ, അത് എനിക്ക് ഇങ്ങോട്ട് ബാധകമാണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പൊ ഗൗസുല്ലാദമിന്റെ എൻ്റെ കാലം മുഴുവൻ ഔലിയാക്കന്മാരിൻ തോളിലാണെന്ന് വളരെ വ്യക്തമായി തൻ്റെ ആയിരക്കണക്കായ മുരീദന്മാരുടെ സദസ്സിൽ വെച്ചിട്ട് എന്താക്കി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അത് അതിനെന്ത് മനസ്സിലാക്കണം? മഹാന്മാരൊക്കെ കിതാബിൽ രേഖപ്പെടുത്തി, കിതാബിലൊക്കെ ഉള്ള കാര്യമൊക്കെ പറയണേ. സഹാബത്ത് കഴിച്ചിട്ട് തൻ്റെ ശേഷമുള്ള 10-200 കൊല്ലം മുമ്പുള്ള ആളുകളെക്കാളും അവരെയും മേലെയാണ്, തൻ്റെ കാലത്തുള്ളവരെക്കാളും മേലെയാണ്, പിന്നെ വരാൻ പോകുന്നവരെക്കാളും മേലെയാണ് എന്നാണ് ആ വാക്കിനർത്ഥം. അങ്ങനെ നമ്മളെ ഖുത്ബത്ത് ചെല്ലുണ്ട്, നമുക്കറിയില്ലത് എന്തേ ഖുത്ബത്ത് ചെല്ലുണ്ട്. ഖുത്ബത്ത് കേട്ടില്ല? ബഹുമാനപ്പെട്ട ഗൗസുല്ലാദമിനെ കൊണ്ട് ആരുണ്ടാക്കിയതാണ്? കീഴക്കര സദഖത്തുല്ലാഹിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു വലിയ മഹാൻ ഉണ്ടാക്കിയതാ. അവര് ഗൗസുല്ലാദം വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ ആളാണ്. അവര് പറഞ്ഞു, ഖദ് ഖുൽത ബിൽഇദ്നി മിൻ മൗലാക മുഅ്തമിറ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറ ഫകുല്ലുഹും ഖദ് റളൂ വദഅൻ ലാ ബുശ്റ യാ മൻ സമസ്മൻ അലൈഹിം മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ അബ്ദുൽ ഖാദിർ. ഖദ് ഖുൽത 500 കൊല്ലം മുമ്പ് വഫാത്തായി പോയ ആളെ വിളിച്ചിട്ട് ഹയാത്തോടുള്ള സമയത്ത് ആരും പറയാണ്, സദഖത്തുല്ലാഹിൽ ഖാലിദ് പറയാണ്, അത് കൊലുത്ത ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം നിങ്ങൾ പറഞ്ഞുവല്ലോ, ബിൽഇദ്നി മിൻ മൗലാക്ക, നിങ്ങളെ യജമാനാകുന്ന അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ചൊല്ലിയില്ല ഞാനൊന്നും, എന്നോട് ചൊല്ലാതെ ചൊല്ല് ചൊല്ല് എന്ന് എന്നോട് ചൊല്ലാതെ ഒന്നും ഞാൻ ചൊല്ലിയില്ല. നിങ്ങളുടെ യജമാനന്റെ അനുവാദപ്രകാരം നിങ്ങൾ പറഞ്ഞുവല്ലോ, എന്ത്? ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ, എൻ്റെ ഈ കാൽ, ഈ ചെരിപ്പടിക്കാൽ എല്ലാ ഔലിയാക്കന്മാരുടെയും പരടിയിലാണ്, അവരൊക്കെ മേലെയാണെന്ന് പറയാൻ പറഞ്ഞിട്ട് എന്താക്കിയതാ? പറഞ്ഞതാ.
പക്ഷെ അത് ഹൗസുല്ലാഹും അത് പറയുന്ന സമയത്ത് അക്കാലത്ത് ആരുണ്ട്? അവരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുണ്ട്. ഇതിമാലേക്കാണ് അവരുടെ ഉസ്താദ് ഹൗസുല്ലാഹുവിന്റെ ചെറുപ്പകാലഘട്ടത്തിലുള്ള ഉസ്താദായിരുന്നു ആര്? ഷെയ്ഖായിരുന്നു ആര്? ഹമ്മാദ് ബിൻ ദബ്ബാസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. മൂപ്പരെ പറ്റി പിൽക്കാലത്തുള്ള പറയാം. ഹമ്മാദ് ദബ്ബാസ് എന്നവരെ മത് പറയാൻ വല്ലാതൊന്നും ഉണ്ടാക്കണം, അധികം പറയണ്ട. ഹൗസുല്ലാഹുവിനെ ചെറുപ്പകാലത്ത് എന്താക്കി? ഉസ്താദായി വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ, അല്ല ശിഷ്യനായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. ആ ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ കാൽ മുഴുവൻ ഔലിയാക്കന്മാരെയും തോളാന്ന് മുപ്പരതോളൊന്നാണ് ആയല്ലോ. മുപ്പരതോളായത് കൊണ്ടല്ല, അവർക്ക് പുറമൊന്നും ഉണ്ടാവില്ല. മോനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ചതിപ്പെട്ടു പോകുന്നത് സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ഒക്കെ എന്നുള്ള ഓർഡറാണോ? പിശാച് വല്ലതും കടന്നു കൂടുകയാണോ? പിശാചിൻ്റെ അശരീരികളൊക്കെ കേൾക്കുമല്ലോ, സൂക്ഷിക്കണം മോനെ എന്നാര് പറഞ്ഞു? എൻ്റെ ഷെയ്ഖ് ഹമ്മാദ് ദബ്ബ ആരോട് പറഞ്ഞു? ഹൗസുല്ലാഹുവിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹു ചെയ്തു. ഹൗസുല്ലാഹുവിൻ്റെ കൈമലി രേഖയൊക്കെ ഉണ്ടോ? ഇതൊക്കെ വെറുതെ വരച്ചതല്ല. അത് അറിയാത്തവർ ഈ രേഖ നോക്കിയാൽ എന്തോ കള്ളന്മാരുണ്ടാവും. ഈ രേഖയൊക്കെ എന്തുണ്ടാകും? ഹൗസിലുണ്ട്. അവിടെ എല്ലാ കയ്യൊക്കണേലും കുറച്ചേർത്ത് നോക്കണ്ട. അപ്പോൾ ഹൗസുല്ലാഹുവിൻ്റെ അപ്പം എല്ലാം ഒരാളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ എല്ലാ സംഗതിയിലും ചിത്രം എന്തിലുണ്ടാവും? ഒരു പകർപ്പ് ഇതിനുള്ളിൽ കിടക്കുന്നു. അപ്പോൾ ഹൗസുല്ലാഹു ചെയ്തു. ഉസ്താദിൻ്റെ നെഞ്ചത്ത് കൽബിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് എൻ്റെ എല്ലാം വായിച്ചു നോക്കിയിരുന്നു. കിതാബുള്ളതാ, അദ്ദേഹത്തിൻ്റെ കിതാബ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹു റളിയല്ലാഹു അൻഹു ഉസ്താദിൻ്റെ കൽബിൻ്റെ ഭാഗത്ത് കൈ വെച്ച് കൊടുത്തു. ഉസ്താദ് കൈ പെട്ടെന്ന് വായിച്ചു. വലിയ ആളാ, കൈ വായിച്ചു. മോനെ പറഞ്ഞോ, ഞാൻ പിൻവലിച്ചു. മോനെ പറഞ്ഞോ, ഞാൻ പിൻവലിച്ചു. അപ്പോൾ ഉസ്താദ് എന്താ കണ്ടത്? ഉസ്താദ് കണ്ടതെന്താ? ഈ കൈ കൂടെ വായിച്ചെടുത്തത് 69 വട്ടം പറഞ്ഞിരുന്നതും പേടിച്ചത് പറഞ്ഞില്ല. അള്ളാഹുക്കന്ന് എൻ്റെ കേൾ മുഴുവൻ ഔലിയാക്കന്മാരെയും തോളിലാണെന്ന് പറയാൻ വേണ്ടി ഓർഡർ വന്നു. ഒരു വട്ടം വന്നു പറഞ്ഞില്ല, സൂക്ഷ്മത കൊണ്ട്. ഞാൻ വലിയ വലുപ്പത്തിൽ പറഞ്ഞ വിഷയമല്ലേ. 2 വട്ടം പറഞ്ഞു. അങ്ങനെ 69 പ്രാവശ്യവും പറയാൻ വേണ്ടി കൽപ്പിച്ച് എന്ത് ചെയ്തില്ല? ഇക്കതൊന്നും ആരറിയില്ല, ഉസ്താദ് അറിയില്ല. ഉസ്താദിന്റെ മേൽ തന്നെയാണ് ആരുള്ളത്? 70ാമത്തെ വട്ടം കൽപ്പന ഇനി പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണെന്ന് എപ്പോഴായത് അതാ മദീമല പറഞ്ഞ് എന്താ പറഞ്ഞ പറയും തല മുഴുവൻ പറയും. എല്ലാ മാശായിഹന്മാരുടെ തോളും മേൽ ഏകല്ലാരുളാലെ എൻ്റെ കല്ലെന്നോവർ എന്ന് പറഞ്ഞപ്പം ഇത് പിന്നെ അതിനാൽ ചാതിയിൽ പേടുമെന്ന് കേട്ടാലേ ആരെ വെക്കെന്ന് കേട്ടു? ഉസ്താദിന്റെ വെക്കെന്ന് കേട്ടു. അവനെ ചതിപ്പെട്ടു പോകുമല്ലോ. അതിനാൽ ചാതിയിൽ പേടുവാന്ന് കേട്ടാലേ 70 മാനീനെ ഉസ്താദ് കണ്ടോവർ. കണ്ടത് എങ്ങനെയാണ്? കയ്യിൽ വെച്ച് വായിച്ചതാ. ആ ഹൗസുല്ലാഹുവിന്റെ മദ്ഹബാണ് ഇപ്പൊ നമ്മൾ പറയണത്. നമുക്ക് ആരാന്ന് അറിയില്ല. ആ ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹു റളിയല്ലാഹു അൻഹു തങ്ങള് ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹു റളിയല്ലാഹു അൻഹു അല്ലാഹു ഈ മദ്ഹിനെ കബൂലാക്കട്ടെ. ആ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും കുടുംബത്തിന്റെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ പ്രയാസങ്ങളും എന്തൊക്കെ വിഷയത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. മഹാനവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് തീർത്തു തരുമാറാകട്ടെ. നമ്മൾക്കും കുടുംബത്തിനും ഞങ്ങളെ ഉലമാക്കൾക്കും സാദാത്യങ്ങൾക്കും ഒക്കെ തീർത്തു കൊടുക്കട്ടെ. ഹലാലായ ആഖിറത്തിന് എതിര് വരാത്ത രൂപത്തിലുള്ള ആഖിറത്തിലെ വിജയത്തിന് എതിര് വരാത്ത ദുനിയാവിന്റെ മുറാദുകളൊക്കെ അല്ലാഹു എളുപ്പത്തിൽ ഹാസിലാക്കി തരും. നല്ല തഖ്വയോടുകൂടി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്ത് കാലത്ത് തന്നെയാണ് അജ്മീർ ഖാജ തങ്ങൾ. പക്ഷേ ഹൗസുല്ലാഹു കുറച്ച് പ്രായമുള്ള ആളാണ്. ഞങ്ങളും ശംസുല്ലമൊക്കെ പോലെ. നമ്മളിപ്പോൾ ശംസുല്ലമൊക്കെ എത്രയുണ്ട്? ഒരു 80-70 വയസ്സുള്ളപ്പോൾ 60 വയസ്സുള്ളപ്പോൾ നമുക്ക് എത്രയുണ്ട്? വഫാത്താകുമ്പോൾ 37 വയസ്സാണ്. 38 വയസ്സായി, 37 വയസ്സ്. ഹൗസുല്ലാഹുവിന് 83, അല്ല ശംസുല്ലമക്ക് 83 ഉണ്ട്. എന്ന മാതിരി ഹൗസുല്ലാഹുവിന് നല്ല വയസ്സുണ്ട്.
പിന്നെ അജ്മീർ ഖാജ തങ്ങൾ നല്ല ചെറുപ്പക്കാരനാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോൾ ബഗ്ദാദിൽ നിന്ന് പറഞ്ഞത് ഇതാണേ. ഒരാൾ ഇവിടുന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ സ്ഥലത്തും എത്താൻ വൈപ്പുണ്ടല്ലേ, ഭൗതിക മാധ്യമങ്ങളുണ്ടല്ലേ. ഇവിടുന്ന് വല്ലതും പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്താനുള്ള മാധ്യമങ്ങൾ ഇന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവില്ല. മാധ്യമങ്ങൾ ഇല്ലാതെ വന്നാൽ കറാമത്തായി. മാധ്യമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് കറാമത്തും ഇല്ല, ഒന്നുമില്ല. ഏത് ചേട്ടനും ചെറുപ്പനും എല്ലാവർക്കും കിട്ടും. ഇങ്ങനെ സംഗതി നടക്കുമെന്ന കാര്യം എന്തായി? പഴയ കാലത്തമാതിരി കറാമത്തിനൊന്നും ശരിക്കേണ്ടതില്ല. കറാമത്തിനും വയസ്സിനും മാധ്യമം വേണ്ട. ഇതിനെന്ത് വേണം? മാധ്യമം വേണം. അതുകൊണ്ട് പിന്നെ മാധ്യമത്തോടു കൂടി കറാമത്തിനെല്ലാം കിട്ടുമെന്നല്ല. റസൂലുള്ളാഹി മിഅ്റാജിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചിട്ടും കാര്യം എവിടെ പോകയില്ല, അങ്ങനെ വിചാരിക്കണ്ട. ഒരുവിധം കാര്യങ്ങളൊക്കെ കറാമത്ത് കൊണ്ട് ഉണ്ടാകുന്നതൊക്കെ ഈ മാധ്യമങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഭൗതികമായി ശാസ്ത്രം ഉയർത്തല്ലോ. അതിനെ റസൂലുള്ളാഹി ബഗ്ദാദിൽ നിന്ന് എൻ്റെ കാൽ മുഴുവൻ ഔലിയാക്കന്മാരെയും തോളിലാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പ്രായക്കാരനായ അജ്മീർ ഖാജ തങ്ങൾ അത് അവിടെ കേൾക്കുമ്പോൾ ഇതേ ഇതൊന്നും വെച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞോ. ഒപ്പര് പിന്നെ തല താത്തി കൊടുക്കുക ചെയ്ത് നാവോടൊന്നും പറയാതെ. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ തല താത്തി തരാൻ വേണ്ടി മറ്റ് ഒരുവിധം ആളുകളെക്കാളൊക്കെ തന്നെ വേഗത കാണിച്ചുകൊണ്ട് തല താത്തിയാൽ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി. അതുകൊണ്ട് ഇന്ത്യയുടെ സുൽത്താൻ പട്ടമാർക്ക് കിട്ടി. സുൽത്താനുൽ ഹിന്ദ് ആരാണ്? ലോകത്ത് ഇന്ത്യയിൽ ഏത് ഔലിയാക്കന്മാർ വന്നാൽ സുൽത്താൻ പദവിയേർക്കാം. സഹാബാക്കൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അവരൊക്കെ ദർജ അള്ളാഹുവിന്റെ നിലയാണെങ്കിലും ഈ ഔലിയാക്കന്മാർ, ഇന്ത്യയിലുള്ള ഔലിയാക്കന്മാർ സ്ഥാനത്തേക്കിന്താരാ ഭരണം വരെ ചെയ്യാവുന്നതാണ്. അത് കിട്ടാൻ കാരണം തൻ്റെ മേൽഘടകത്തിനെ അംഗീകരിക്കുമ്പോഴാണ്. താഴെയുള്ള ആളിന് പാഠമുണ്ടായിരുന്നു. താഴെയുള്ള ആള് മേലെയുള്ള ആളെ സ്ഥാനമാനം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളാണ് ആ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക, വരിക. ഇയാൾക്ക് എന്ത് കിട്ടും? ദർജകൾ കിട്ടും. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ സുൽത്താൻ പട്ടന്മാർക്ക് കിട്ടി. അതുപോലെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെയും കാലം അത് തന്നെയാണ്. റിഫായി ശേഖനെ കേട്ടില്ലേ? റിഫായി ശേഖന്റെ കാലം അത് തന്നെയാണ്. കുറച്ചും കൂടിയും പ്രായം കൂടും. അപ്പം അങ്ങനെ അവരെ വയസ്സിന് തർത്തീബ് ഹൗസില്ലാതെ കുറച്ചുകൂടി പ്രായം കൂടുതൽ. അതിൻ്റെ മധ്യനിലയിലായി റിഫായി ശേഖ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട റിഫായി ശേഖ് മുരീദന്മാരോടുകൂടെ ഒരു പേടെ ഉമ്മു അബീദാന്ന് പറഞ്ഞ ബഗ്ദാദ് 100 കിലോമീറ്റർ ദൂരത്താണ് ഉമ്മു അബീദാന്ന്. അവിടെയായിരുന്നു ആരുണ്ടായിരുന്നത്? റിഫായി ശേഖ് ഉണ്ടായി. മുരീദന്മാരെ കൂടെ അങ്ങനെ ഇരുന്നു കൊണ്ട് പലതും പറയുമ്പം മറ്റേ ജുനൈദുൽ ബഗ്ദാദി മറ്റേ മിമ്പർമെന്ന് പറഞ്ഞ മാതിരി വഹൈമിദ് മിൻഹും സാമാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മുമ്പുള്ളതിനോട് ശേഷമായി ബന്ധമില്ലാത്തൊരു വാക്ക് വഹൈമിദ് മിൻഹും വഹൈമിദ് മിൻഹും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, പ്രധാനപ്പെട്ടവർ ചോദിച്ചു, അഞ്ചിപ്പുള്ളതാണ് അവർക്ക് മനസ്സിലായില്ല. അത് ബഗ്ദാദിൽ നിന്ന് അബ്ദുൽ ഖാദിർ പറയുന്നുണ്ട്, എൻ്റെ കാൽ മുഴുവൻ ഔലിയാക്കന്മാരെയും തോളിലാണ്, ഞാനും ആ കാലി വെക്കപ്പെടുന്നവരിൽ പെട്ടവനാണ്. വഹൈമി എന്ന് പറഞ്ഞാൽ ചെറിയ അഹമ്മദ്. ഈ ചെറിയ അഹമ്മദും അതിൽ പെട്ടതാണ്. അത്രയും വലിയ മഹാനാണ്. ആ മഹാനോട് കൂടുതൽ കൂടുതൽ മനസ്സുകൊണ്ട് എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ആ മഹാനോട് എടുക്കാൻ ഏറ്റവും നല്ല ഇടയിലുള്ള ആളാണ് അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട കിഷീറിലെ ഉസ്താദ് എത്രയോ കൊല്ലം മുമ്പ് 980 കൊല്ലത്തോളായി പോയിട്ടുണ്ടാവും. ആ 900-ലധികം കൊല്ലം മുമ്പ് വഫാത്തായി പോയ അവരോട് നേരെ ഉണർച്ചയിൽ ഒരാളോട് വാങ്ങുന്ന മാതിരി തരീഖത്ത് വാങ്ങിയാളാണ് അത് ഉസ്താദ്. അവിടേക്കാണ് ശംസുൽ ഉലമ നമ്മളെത്താക്കിയത്, ഫാത്തിമ പറഞ്ഞത്. അല്ലാഹു അവരൊക്കെ ശൈഖുനാക്കും അവർക്കും അതുപോലെ മറ്റു മുശായിഖന്മാർക്കും സി എം വലിയുള്ളാക്കും അവർക്കൊക്കെ തന്നെ അല്ലാഹു തആല ഉയർന്ന ദർജകൾ കൊടുക്കുമാറാകട്ടെ. മദദ് അല്ലാഹു നമുക്ക് കുടുംബത്തിനൊക്കെ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഈ മൗലൂദിൽ ഒരു ഉണ്ടാക്കിയതാണ് നേരത്തെ പറഞ്ഞത്. അരിമ്പർ ഉസ്താദാണ് ഉണ്ടാക്കിയത്, കേട്ടണോ? ബഹുമാനപ്പെട്ട തൃപ്പനഞ്ചി ഉസ്താദിന്റെ ചെറുപ്പകാലത്തിലുള്ള ദർസിലെ ഉസ്താദായിരുന്നു അവര്. ഷെയ്ഖ് എന്നല്ല, ചെറുപ്പകാലത്തിലുള്ള ഉസ്താദായിരുന്നു അവര്. അരിമ്പർ അബൂബക്കർ ഉസ്താദ് വലിയ മഹാനാണ്. ആരിഫാണ്, വലിയ മഹാനാണ്. ആ മഹാനവർകൾ ശംസുൽ ഉലമ വഫാത്തായതിനു ശേഷം അവർക്ക് ശംസുൽ ഉലമനെ പറ്റി വല്ലാതെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുണ്ടാക്കിയതാണ് എന്ത് മൗലൂദ്. ഞാൻ എഴുതിയിരുന്നു. പിന്നെ കാത്തിബിനെ വിളിക്കരുത്.
അവയിലുള്ള സംഭവം ഒന്ന് പറയാം. അപ്പം ഹൗസുല്ലാതുമായിട്ട് എത്ര ബന്ധമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ലോധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ അറബിയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, അറബിയിൽ എല്ലാവർക്കും തിരിഞ്ഞോളൊന്നുമില്ല. നന്ദി ദാറുസലാം അറബി കോളേജിൽ പിന്നെ ഹിഫ്ദ് കോളേജിലെ പിന്നെ ഉസ്താദായിരുന്ന ഹാഫിദ് അബ്ദുൽ കരീം എന്ന് പറഞ്ഞൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, വൈകുന്നുണ്ട്. ഷംസുലമിൻ്റെ ഹയാത്ത് കാലത്ത് ഹിഫ്ദ് കോളേജിലെ ഉസ്താദായിരുന്ന അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ഹാഫിദ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഷംസുലമിനെ പറ്റി വല്ലാതെ എന്തോ മതിപ്പ് കുടുങ്ങിയപ്പം ഇജാസത്തും തരീഖത്തൊക്കെ കൊടുക്കാൻ പറ്റിയ വലിയ മഹാനാണ്. പുറമെ ആളുകൾ പറഞ്ഞ മാതിരി വെറും ഭാഷാ പണ്ഡിതനോ മറ്റേ വാദപ്രതിവാദം നടത്തുന്ന ആളോ അത് മാത്രം അതൊക്കെ വാതിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ പൂർണ്ണ ശക്തി വരാൻ കാരണം കൽബിൻ്റെ ഉയർച്ചയാണ് എന്ന് മൂപ്പർക്ക് എങ്ങനെ മനസ്സിലായിരുന്ന ആൾ പറഞ്ഞിരുന്നില്ല. അയാൾ പറഞ്ഞ സംഭവങ്ങളാണ്, നേരെ പറഞ്ഞ സംഭവങ്ങളാണ് അത് മൗലൂദിലുള്ള കേട്ടോ, അയാൾക്കുള്ളുണ്ട്. അപ്പം അയാൾ ശംസുലിനെ അടുത്ത് ചെന്ന് എനിക്ക് ഈ ഒരു ഇജാസത്ത് തരണം എന്ന് പറഞ്ഞു. ആ ഇജാസത്ത് എന്ത് ഇജാസെന്ന് ചോദിച്ചാൽ അയാൾ എന്താക്കുന്നില്ല, പറയുന്നില്ല. കാരണം രഹസ്യമാക്കലിന് വാക്കുമ്പോൾ എന്തുള്ള അവസ്ഥ ഗുണം കൊടുക്കും. എല്ലാം രഹസ്യമാക്കുമ്പോൾ ഈ സാധനം പറയും. അതിന് മുമ്പ് എന്താണെന്ന് എന്താകുന്നില്ല, പറയുന്നില്ല. എനിക്ക് ഇന്നാലിന്ന ഇജാസത്ത് തരണം, ഷെയ്ഖുന എനിക്ക് ഇജാസത്ത് തരണം എന്ന് പറഞ്ഞു. ഹയാത്ത് എന്ന് പറയാട്ടോ. ആരോട്? ശംസുലമയോട്. ആര്? നന്ദി കോളേജിലെ ഹിഫ്ദ് കോളേജിലെ ഉസ്താദായിരുന്ന അബ്ദുൽ കരീം എന്ന് പറഞ്ഞു. ഈ മൗലൂദിൽ എഴുതി ചരിത്ര പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട ശംസുലമ എന്ത് പറഞ്ഞു, അത് പെട്ടെന്ന് തരാൻ പറ്റില്ല മോനെ, 40 ദിവസം നീ ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം ചെല്ലാൻ പറഞ്ഞു. 40 ദിവസം നീ ചെല്ലി. ആ ചെല്ലുന്ന സമയത്ത് ഉറക്കത്തിലൊക്കെ ചിലപ്പം ചില പേടിക്കപ്പെടുന്ന സ്വപ്നങ്ങളൊക്കെ കാണും, ആളെ പരിശോധിക്കാൻ വേണ്ടി. അതിന് നീ എന്താക്കണ്ട, പേടിക്കണ്ട. 40 ദിവസം പൂർത്തിയായി 41-ാം ദിവസം എൻ്റെ അടുത്ത് വന്നാൽ പറ്റുമെങ്കിൽ ഞാൻ തരുന്നു. മൂപ്പര് ചെല്ലാൻ തുടങ്ങി. ഹാഫിദ് അബ്ദുൽ കരീം മൂപ്പര് ചെല്ലാൻ തുടങ്ങി. ഒരുപാട് പല സ്വപ്നങ്ങളും കണ്ടതെങ്കിലും പേടിക്കപ്പെടുന്ന പലതും സിംഹം വരുന്നത് കാണും, ചിലപ്പോൾ ആന വരുന്നത് കാണും, പലതും കാണും. ജിന്നുകളാണത്. ഒരാളെന്താക്കാൻ വേണ്ടി പരിശോധിക്കാൻ പറ്റും. മുപ്പരങ്ങനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ മുപ്പരൊന്നും തീരെ പേടിച്ചില്ല. 40 ദിവസം പൂർത്തിയായി. പിറ്റേന്ന് ചെന്നപ്പോൾ 40-ാം ദിവസം 40 ദിവസം പൂർത്തിയാകുന്ന നാളെയാണ് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോണെങ്കിൽ ഇന്ന് രാത്രി പൂർത്തിയായ രാത്രി ഒരു സ്വപ്നം കണ്ടു. വിശാലമായ വലിയൊരു മൈതാനിയിൽ നിറച്ചും ഔലിയാക്കന്മാരാണ്, മുഴുവൻ ഔലിയാക്കന്മാരാണ്. ഒരു കസേരയിട്ടിട്ട് അവരെ അധ്യക്ഷനായിരിക്കുന്നവരാണ് വലിയ ഷെയ്ഖ്. കാരണം ഔലിയാക്കന്മാർ തലവനാണല്ലോ. ഹൗസുല്ലാദമിൻ്റെ അധ്യക്ഷതയിൽ ഒരുപാട് ഔലിയാക്കന്മാർ ഇരിക്കുന്നതായിട്ട് മുമ്പ് കണ്ടു. ആ കണ്ട കൂട്ടത്തിൽ വലിയ അന്തസ്സത്തനായിരിക്കുന്നുണ്ട് ശംസുലമ ഇരിക്കുന്നത്. മജ്ലിസിന്റെ വേറൊരു ഭാഗത്ത് ആരെയും കണ്ടു, മണവൂർ സിയം മുരുദാനെയും കണ്ടു. വേറെ ആരെയും അയാൾക്ക് പരിചയമില്ല, ഈ മൂപ്പർക്ക് പരിചയമില്ല. സിയമുദാനത്തെ കണ്ടത് കൊണ്ടാണ് പരിചയം ഉണ്ടായത്. അപ്പോൾ ഒരു ഇജാസത്ത് ഒരാളെ വെക്കുന്ന വാങ്ങുമ്പോൾ തരീഖത്ത് വാങ്ങുമ്പോൾ ആളെപ്പറ്റി ലേശം മനസ്സിൽ എന്ത് വരണം, വിശ്വാസം വേണം. അതിനാണ് കാണിച്ചു കൊടുത്തത്. അല്ലാതെ നമ്മളിങ്ങനെ എല്ലാവരും പോകണത് ആടിയും പോകണം, ഞാനും പോയതന്നെ പോയി വാങ്ങിയാൽ ചിലപ്പോൾ ആവും ഇളയത്തമ്പത്തിനാക്കി ചെല്ലാൻ കഴിയാൻ അട്ടച്ച് വേറെ പോകും. ആളെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ഒരു മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ എഴുതി തന്ന ഡോക്ടറെ പറ്റിയും ആ മരുന്നിൻ്റെ ഗുണവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഫലവും ഒക്കെ ഫലസിദ്ധിയൊക്കെ നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടാണെങ്കിലും എന്ത് ചെയ്യൂല, മാറിയില്ലെങ്കിലും ഒഴിവാക്കൂല, പിന്നെയും വാങ്ങി കുടിക്കും. അല്ലാത്ത കാര്യം എന്താണെങ്കിലോ ഡോക്ടറെ പറ്റി വലിയ വിശ്വാസം പറ്റില്ല, അതൊന്നുമില്ല. എല്ലാവരും കൊണ്ട് ഞാനും പോയി. മരുന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ കുറച്ച് കുടിച്ചു നോക്കും, ജീവിതത്താവും. അപ്പം അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലമ അവരോട് 40 ദിവസം എൻ്റെ വട്ടം പോലെ നിനക്ക് അതിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അർഹത ഉണ്ടെങ്കിൽ നീ കാണും, അതിനു വേണ്ടിയാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്നു. ഷെയ്ഖുന ആ പറഞ്ഞ ഇജാസത്ത് കൊടുത്തു. എന്താന്ന് മൂപ്പർ എന്താണെന്ന് ചോദിച്ചത് പറയില്ല, അത് മൂപ്പരെ പവറാണ്. നമ്മളെന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും കിട്ടിക്കാൻ ചേർത്താണ്ടായ കിട്ടുമ്പോൾ തന്നെ അതാരാളെ വിളിച്ചിട്ട് അവിടെ കൊടുക്കാൻ പൈസ അവിടെ ആട്ടുകൊണ്ട് നഷ്ടം അത് പണം പോയി. കാലം അതാണ്, പറഞ്ഞിട്ട് കാര്യം കാത്തിരിച്ചു. ഞാൻ എന്നാ പോയാൽ ലോകമാന്യം വരും, മാറ്റി പ്രയാസം. ഭഗവാനൊന്നും നോക്കും, ഇന്നത്തെ കാലത്ത് നോക്കത് കുറവായി പോയി. അതൊന്നും വിഷയമല്ലോ. എങ്ങനെയൊക്കെ ഈ മഹാന്മാരെ മഹബത്ത് വെച്ചിട്ട് ഇച്ചിരി കിട്ടിയാൽ കഴിച്ചില്ല.
ആവുന്നത്ര നാം ശ്രദ്ധിക്കണം. പടച്ചവനെ നിനക്ക് വേണ്ടി എന്നോ നെയ്യത്തല്ലാതെ വേറൊരു വേണ്ടി കടന്നുകൂടിയാൽ ആർക്ക് വേണ്ട? അമല് അള്ളാഹ് വേണ്ട. ഞാനിപ്പോൾ ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഞാൻ എന്നെ പറ്റി അയാൾ എന്ത് വിചാരിക്കും? പോയി ഇപ്പം മരിച്ചെടുത്ത് പോകുന്നത് എല്ലാത്തിലും വരും ലോകം. ഞാനേക്കും കിടക്കില്ല പറഞ്ഞാൽ പിന്നെ വലിയ ക്ലാസ്സായി പോകും. അങ്ങനെ ആ ഇജാസത്ത് വാങ്ങി. അപ്പൊ എന്ത് സംഗതിയും അത് ഗുണം ചെയ്ത് നീ പറയാതിരിക്കാനോടും കുഴിച്ചിട്ട വിത്തെ ഭൂമിയിൽ വേരോടൂ. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ പെർമനന്റ് എന്താവും? അപ്പത്തി കൊണ്ടുപോയി ചിലപ്പോൾ ആൾക്കാരുടെ കൈ പോകും. വിത്ത് നല്ലോണം ആരും കാണാതെ കുഴിച്ചിട്ട് എന്ത് ചെയ്യും? വേരോടും. നമ്മൾ ചെയ്യുന്ന ഒരു ഗുണം, നമ്മളെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നല്ല സ്വഭാവം, അല്ലെങ്കിൽ വാക്കിലുള്ള നല്ലൊരു ഗുണം, അല്ല പ്രവൃത്തിയിലുള്ള ഗുണം, അത് വേറെ മറ്റുള്ളവരെ കാണിക്കാൻ നിർബന്ധമാകുന്നുണ്ടാവും. ഇത് ഇമാമാണ് എന്താക്കേണ്ടി വരും? കാണിക്കേണ്ടി വരും. ജനങ്ങളെ അറിയിക്കൽ നിർബന്ധമില്ലാത്ത കാര്യം എന്താക്കലാണ് നല്ലത്? അറിയാതൊക്കെയാണ് സ്ഥാനമാനം. അതാ പറഞ്ഞു ഗുണം ചെയ്ത് നീ പറയാതിരിക്കാരോടും. ഇന്നങ്ങനല്ല, ഇന്ന് ഗുണം ചെയ്ത് തന്നെ എല്ലാവരോടും പറയും. പറഞ്ഞില്ലെങ്കിൽ എന്താ എന്താണ് ഉണ്ടായത്? അതാ വോയിസ് ഇട്ട് തുടങ്ങിയോ? അവനെ നിർബന്ധിച്ച് എന്താക്കും പറയിപ്പിക്കൂ. ഇതിനകത്ത് ഒന്നും പറയണ്ടെന്നല്ല, പറയാൻ നിർബന്ധമായത് എന്താക്കണം? നല്ല രീതിയിൽ പറയാൻ കഴിയണം. പറയാൻ നിർബന്ധമില്ല എന്നല്ലേ ആ ഇജാസത്ത് മൂപ്പർക്ക് കിട്ടിയപ്പോൾ അത് പറഞ്ഞില്ല. അതങ്ങനെ തന്നെ പ്രസാദ് എഴുതി ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? CM വലിയുള്ളാണിയും വന്ന വർക്കത്തിൽ. അപ്പൊ ചെറിയ ആളല്ല, അത് വലിയ മഹാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ഒന്നുകൂടി ബോധ്യപ്പെട്ടു. മഹാനെന്ന് എല്ലാവരും പറയുമ്പോൾ ബോധ്യപ്പെടേണ്ട, അത് കൂട്ടൂല. അതിനല്ല പവർ. സ്വന്തം എന്താക്കണം? മൂപ്പർക്ക് സ്വന്തം ബോധ്യപ്പെട്ടു പോയി. ആ വലിയ മജീസിൽ നല്ല പെട്ടെന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ കാണാൻ പോണ മാതിരി മൂപ്പര് കാണാൻ പോയി. ഒരുപാട് നേരം നിൽക്കണമല്ലോ മൂപ്പൻ്റെ വീട്ടില്. അങ്ങനെ നിന്ന് കുറേ അവിടെ നിന്ന് CM വലിയുള്ളാൻ്റെ അടുത്തേക്ക് എന്തായി കടന്നു ചെന്നു. അസ്സലാം വലി ഒന്നും പറയുന്നതിന് മുന്നേ തന്നെ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് കിട്ടിയ ഇജാസ് നല്ല ഷെഹുനാൻ്റെ പക്കത്ത് കിട്ടിയ ഇജാസ് നല്ല ഇജാസത്താണ് കേട്ടോ, വലിയ ഇജാസത്താണേ, അത് മുറുകി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അടച്ചൂട്ടി പിടിച്ചു. നടന്നു പറഞ്ഞില്ല. ഒരു ബനിയൻ വയത്താഹോ വിത്താനത്തോ ഒരു ബനിയൻ എടുത്ത് സമ്മാനം കൊടുത്തു. ഹാനത്തോ അണിച്ചൂട്ടി പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഓസുല്ലാദമിൻ്റെ അതേ മാസത്തിലാണ് അവർ വഫാത്തായത്. ശംസുല്ലമയും വഫാത്തായത്. അവിടെ യോജിപ്പുണ്ട്. ഓസുല്ലാദമിനോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇടയിൽ ആക്കാൻ പറ്റിയ ആളാണ് ആര്? ബഹുമാനപ്പെട്ട ശംസുല്ലമ. അതേപോലെ ആക്കാൻ പറ്റിയ ആളാണ് ആര്? ശംസുല്ലമ. ഗണിത സാഹിബിന്റെ ആ വകുപ്പിൽ ആ റോഡിൽ അങ്ങനെ തന്നെ പോയിട്ടില്ലെങ്കിലും വലിയ മഹാൻ തന്നെ ഒരു കറാത്ത് പോലും ചെയ്യാതെ അള്ളാഹിന്റെ ഇഖ്ലാസോടുകൂടി അള്ളാഹിന്റെ വജുദിന് വേണ്ടി ഈ ഭൗതിക ലോകത്തിന്റെ ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സമ്പത്തിന്റെ മോഹം അങ്ങനത്തെ ഒന്നുമില്ലാതെ ആര് മുമ്പിലും സത്യം തുറന്നു പറഞ്ഞ സ്വഭാവക്കാരനായിട്ട് ഉയർന്നു പോയാൽ വലിയാക്കന്മാരോട് ഈ വകുപ്പ് കൂടി എന്തായില്ല, കൂടുതൽ വല്ലാതെ പോയില്ല എന്നുള്ളൂ. ബാക്കി എല്ലാമാർക്കും ഉണ്ട്. ശംസുല്ലമയോട് ഇജാസത്ത് വാങ്ങാൻ വേണ്ടി വന്ന ആ ആള് പിന്നെ ശംസുല്ലം നിർദ്ദേശപ്രകാരം ചില കാര്യങ്ങളൊക്കെ ചെല്ലിയപ്പം ആ ഹൗസുല്ലാദമിൻ്റെ ആയിരക്കണക്കായ ഔലിയാക്കന്മാർ തലവനായ ഹൗസുല്ലാദം ഇരിക്കുന്നു. ആ സദസ്സിൽ അന്തസ്സോടുകൂടി ആയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഹൗസുല്ലാദമിൻ്റെ ആയിരക്കണക്കായ മുരീദന്മാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മുരീദ് കൂടിയാണ് അത് ഔലിയാക്കന്മാർ തലവന്മാരിൽപ്പെട്ട ആളാണ്. മഞ്ചേരിയിലെ കഥ എല്ലാവർക്കും അറിയില്ലേ? അറിയോ? കേട്ടിട്ടുണ്ടോ? 973 ഞാൻ നന്ദീരിൻ്റെ ലാസ്റ്റ് കൊല്ലം പഠിക്കുന്ന കൊല്ല ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിൽ എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. സാധുക്കളായ മുസ്ലിം കുടുംബക്കാരുടെ ഈമാൻ കുറഞ്ഞവരാണ്, ജീവിക്കാൻ കുറച്ച് വിഷമമുള്ളവരാണ്, മക്കളെ കെട്ടിക്കാൻ ആരും ശ്രദ്ധിക്കില്ല, വീടുണ്ടാക്കാൻ ശ്രദ്ധിക്കില്ല. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് അവിടുത്തെ ചേട്ടന്മാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരി, മക്കളെ കെട്ടിക്കല്ലേ, ഞങ്ങളായിക്കോളാം, വീട് ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ ഈമാൻ കുറഞ്ഞവരെന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. അങ്ങനെ 70ഓളം കുടുംബം എന്തായി ഇസ്ലാം എന്ന് പുറത്ത് പോയി ചേട്ടി. അപ്പോഴാണ് എന്താക്കിയത്? അവിടെ ഉള്ള വിദേഹത്തിൻ്റെ എഴുതുകാരും മുജാഹിദും തബ്ലീഗും അതേമാതിരി ജമാഅത്തെ ഇസ്ലാമിയും ഏതൊക്കെ ജാതി ആളുകളുണ്ടോ മുസ്ലിം എന്ന പേരിൽ ഇവരൊക്കെ അതിനു വേണ്ടി എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി, അതിനെ ഗണ്ണിക്കാൻ വേണ്ടി, പ്രതിരോധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ആർക്കും കഴിയില്ല. ബൈബിള് നോക്കി വല്ലതും പോയാൽ കഴിയോ?
മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള എല്ലാ ഉലമാക്കളും എല്ലാവർക്കും ആരും കഴിയൂല, എല്ലാവരും ഏക്കം കണ്ടമായി തീരുമാനിച്ചതിന് ആരാന്നുള്ളത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്തേക്ക് ഞങ്ങളൊക്കെ ഉള്ള കാലം പഠിക്കുന്ന കാലമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ എല്ലാ ജാതി ആളുകളുണ്ട്, എല്ലാവരും കൂടി വരൂല, ഓരോക്കെ എല്ലാം യോഗം ചേർന്ന് തീരുമാനിച്ച് മുജാഹിദുണ്ട്, ജമാഅത്ത് തബ്ലീഗും ഗ്രൂപ്പ് ലീഗ് രണ്ടായതുകൊണ്ട് സുന്നി രണ്ടാണ്, ലീഗ് രണ്ടായ കാലമാണ്. അപ്പോൾ എല്ലാവരും കൂടിയും കുറച്ച് ആൾക്കാരെ അവർക്ക് പോകാൻ പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് എന്താക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട ശേഷം ഞാൻ ശംസുലിനടുത്ത് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, ആ സംഭവമുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നമുക്കൊരു ഗണന പ്രസംഗം അതിന് മറുപടി നമുക്ക് എന്താകണം ചേട്ടന്മാർക്ക് കൊടുക്കണം, നമ്മൾ വരണം. മലപ്പുറം ജില്ലയിൽ അവിടെയൊക്കെ എമ്പാടും ആലിമ്യങ്ങളില്ലടോ, എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് എല്ലാവരും തലതാത്തി. ചിലകളൊക്കെ മനസ്സിലുള്ളതാണാ പറഞ്ഞ്, ചില ആളുകളെ മനസ്സിലുള്ളതാണാ പറഞ്ഞ്. അപ്പോൾ ശരിക്കും എന്നാൽ പിന്നെ ഞാൻ വരാം, വേറെ ആരും വേണ്ടാന്ന്, ഞാൻ വരാം, വേറെ ആരും വേണ്ടാന്ന്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടത്. അന്ന് നമ്മളെ ഉമറുൽ ഖാദിരി ശംസുൽ ഉലമയുടെ അഞ്ചനല്ലേ, ഉമറുൽ ഖാദിരിന്റെ മകൻ ഇ കെ മുഹമ്മദ് ആലിമി മരിച്ചുപോയി. ഓർത്തോളൂ, നമ്മളൊപ്പം 7 താലിമിൽപ്പെട്ട ആളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ ചെന്നു. ആ സമയം പോകുന്ന ദിവസം എൻ്റെ കൂടെ ശരീക്കായിരുന്ന ഉമറുൽ ഖാദിരി തങ്ങളുടെ മകൻ, വലിയ സമാജ ചികിത്സക്കാരാണ് അവർ വീട്ടിലെന്തോ അവരെ പെങ്ങൾക്ക് അഥവാ ഉമറുൽ ഖാദിരിൻ്റെ മകൾക്ക് പിശാചിൻ്റെ എന്തോ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഒരു മോതിരിക്കല്ലിൽ നോക്കണ പണിയുണ്ട്, കിടണം, അങ്ങനെ പലയാതി പണിയുണ്ട്. അതിൽ ശേഖന്മാരൊക്കെ ഹാജരാക്കിയിട്ട് ശൈത്താനെന്താക്കണമെങ്കിൽ പണിയില്ല. ഞങ്ങൾ 14 ആളുണ്ട്, 14 ആളും 14 ആളും ഇങ്ങോട്ട് പോയി, മഞ്ചേരിക്ക് പോയി. ആ മൂപ്പര് 2-3 ദിവസമായി എല്ലാ ദിവസവും നന്ദിന്ന് വൈകുന്നേരം അസറിൻ്റെ ശേഷം വീട്ടിൽ പോകും. എന്നിട്ട് രാവിലെ ക്ലാസ്സിന് എടുത്തലാണ്. നമ്മൾ എവിടേക്ക് പോയേ, മഞ്ചേരിയിലേക്ക് പോയ അന്ന് മൂപ്പരങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് പോയി, വരാൻ പോകുന്നുണ്ടായി, ഞാൻ അങ്ങോട്ട് പോയി അവിടെ ശേഖന്മാരെ ഹാജരാക്കിയിട്ട് ആരും വരുന്നില്ല, മനസ്സിലായില്ല, ഒരാളും വരുന്നില്ല. ഒരാളും വരാഞ്ഞാൽ പിന്നെ സങ്കടപ്പെട്ടൊരു വിളിയുണ്ട്, ആ വിളി വിളിച്ച് അയക്കുകയും വന്നിട്ട് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പറഞ്ഞു പോകും. അങ്ങനെ അയൽക്കാട് സിറാജുദ്ദീൻ ഷേഖാണ് ഹാജറായത്, മുറാജിൻ്റെ ഷേഖ്. അതായിട്ട് പറഞ്ഞു ഇവിടെ നിന്നൊരു പരിപാടി നടത്താൻ പാടില്ല, അള്ളാഹ് റസൂൽ വരെ മഞ്ചേരിയിലാണ്, ഇവിടെ മഞ്ചേരിക്ക് പോയിക്കൊള്ളുന്നത്. ശംസുൽ ഉലമയുടെ ആസാസിൽ ആര് വരെ വരികയാണ്? ഞങ്ങളിങ്ങനെ നല്ല രസത്തിൽ ശിവനാൻ്റെ ആ പ്രസംഗം അറിയാൻ നല്ലപോലെ കേൾക്കാണ്. അവർ ശിവന ഇംഗ്ലീഷിൽ വലിയ ഉഷാറാണല്ലോ, ഭയങ്കരല്ലേ. ബഹുമാനപ്പെട്ട ശംസുൽ ഞങ്ങൾ ആ പ്രസംഗത്തിൽ ഒരു ഇംഗ്ലീഷൊക്കെ കേട്ടാകെ, ഡു നോട്ട് ടച്ച് അവർ പ്രോഫറ്റ് ഓർ അവർ ഖുർആൻ, ഞങ്ങൾ എങ്ങനെയോ ഞങ്ങളെ കൂടെ തൊട്ട് കളിക്കരുത്, ആ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓരൊക്കെ ഇംഗ്ലീഷിൻ്റെ ആളുകളൊക്കെ ഉണ്ടായത് കൊണ്ട് കുഴപ്പം. ഞാൻ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് വീട്ടിലേക്ക് പരിപാടിക്ക് പോയ ആളില്ലേ, മൂപ്പര് അങ്ങോട്ട് വരുന്ന മഞ്ചേരിക്ക്, കാരണം വരാൻ പറഞ്ഞാണല്ലോ. വന്നിൻ്റെ ആ ബെഞ്ച് ഒരു ചെറിയൊരു ഒഴിവുണ്ട്, പാടാൻ എങ്ങനെയോ കടന്നു വന്ന് അവിടെ ഇരുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ പോകുന്നു, ഒരു അത്ഭുതം ഉണ്ടായില്ല. മൂപ്പര് പറഞ്ഞു, ഞാൻ കണ്ടു. അങ്ങനെ ശംസുൽ വഫാത്തായി, ഉസ്താദുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ വഫാത്തായി. ശംസുൽ വഫാത്തായതിന് ശേഷം ഉസ്താദിനെത്തി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മളെ ബാബുത്തങ്ങൾ ബന്ധപ്പെട്ട പലരും അവരോട് ഞങ്ങളെ ശേഖന പറഞ്ഞു, നിങ്ങൾക്ക് ശേഖനാൻ അറിയാമെന്ന് വെച്ചു. അതിൽ ഉസ്താദുമാർട്ടില്ല. മഞ്ചേരിയിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലെ ആ ഗണനത്തിൽ അള്ളാഹ് റസൂൽ വരെയുള്ള ആളുകൾ മുഴുവൻ അവരെ വന്നിരുന്നു. അത് വലിയ മഹാനാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഇങ്ങോട്ട് പറഞ്ഞതാണ് അൽ ഉസ്താദ്. അപ്പോൾ ആദ്യം കേട്ടതൊന്നും തന്നെയായി. ഇന്ന് ഉസ്താദ് വഫാത്താൻ ഉസ്താദിൻ്റെ മൗലൂദിൽ ഉസ്താദ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഉസ്താദ് മഹാന്മാരെ എത്തിക്കുന്നു, ശംസുൽ ഉലമയുടെ കാര്യം ഇപ്പം എല്ലാവരും വായിച്ചു കൊടുക്കണം. ഉസ്താദ് പറഞ്ഞു അപ്പോൾ അള്ളാഹിൻ്റെ അമ്പിയാക്കളുള്ള വലിയ മഹാന്മാരാകുന്ന റസൂലുള്ളാഹി അടക്കമുള്ള ദിഫായ് ശൈഖ് അടക്കമുള്ള വലിയ അജ്മീർ ഖാജാ തങ്ങൾ അടക്കമുള്ള വലിയ മഹാന്മാർ വളരെ അടുത്ത ബന്ധമായിരുന്നു ആളായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാശം ആരും പേടിക്കേണ്ട, ശംസുൽ ഉലമയുടെ അനുയായികളായിരുന്നതിൽ ആരും ഉണ്ടാക്കേണ്ട, പേടിക്കേണ്ട. ചിലപ്പം ഫലം കണ്ടില്ല എന്ന് വരും. എന്താ കാരണം? നമ്മൾ നടപടി മോശമായിട്ടാണ് കേസവിൻ്റെ പ്രവർത്തകന്മാർ. അപ്പോൾ ഏത് വകുപ്പുള്ള ആളാണെങ്കിലും ഹറാമ് നമ്മൾ ഒഴിവാക്കണം. അതാർക്കും ഇഷ്ടമുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടാവില്ല, വിദേശികൾക്ക് ഇഷ്ടമുണ്ടാവില്ല.
നമ്മൾ ഏത് ഔലിയാക്കന്മാരും മദ്ഹാണോ പറയുന്നെങ്കിൽ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത പണി കരുതിക്കൂട്ടി നമ്മളിങ്ങനെ പിന്നെ കമ്പനി കൂടുമ്പോൾ അതൊക്കെ അധികം വരിക. ഒറ്റക്ക് തന്നാൽ പോതിണ്ടെങ്കിലും കമ്പനി കൂടി അങ്ങനെ ഹറാം വല്ലതും ചെയ്യുകയാണെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയും തിരിഞ്ഞില്ല. മനസ്സിലായില്ല? ഒരു മധു കൊണ്ട് എന്തുണ്ടാവില്ല. പിന്നാവിലും അങ്ങനെ ജീവിച്ച് പോകും. മണം വരും, ദോഷം വരും, അങ്ങനെ പോകും. നമ്മളൊക്കെ അതിൻ്റെ ആളാൽ പണിയെടുക്കലുണ്ടാവും. പിന്നെ പൊരുത്തക്കേടുണ്ടാവില്ല. എന്തുകൊണ്ട് എതിരുള്ള കൂട്ടരല്ലല്ലോ. അങ്ങനെ പണം നമുക്ക് തന്നോ, അൽഹംദുലില്ലാ. ഗുരുത്തം കെടാതെ കഴിച്ചതായത് വലിയ ഭാഗ്യം. ഇനി മരണം വരെ ഗുരുത്തം കെടാതെ കൂടുതൽ ഗുരുത്വത്തിലായിട്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിച്ചമായിട്ടുള്ള മുറാദൊന്നും ആശ്രയിക്കണമെന്നില്ല. അതിനെന്ത് വേണം? ഞാൻ നിങ്ങളോട് എൻ്റെ സ്വന്തം കണക്ക് ഞാൻ പറയാണ്. എന്നെ പോലെ കരുതിയിട്ട് പരമാവധി നമ്മൾ ഹറാമുകൾ ഒഴിവാക്കണം. മൊബൈലൊക്കെ നമ്മൾ പെണ്ണുങ്ങളെ പലതും കാണൂലേ? ഇതെല്ലാ സംഗതി എന്തിലുണ്ടാകും? മൊബൈലുണ്ടാകും. അപ്പോൾ അങ്ങനെ മൊബൈലിൽ നിൽക്കും. അല്ലാത്ത നമ്മൾ പുറത്തിറങ്ങിയാലുള്ള നമ്മളെ ബന്ധത്തിനനുസരിച്ചൊക്കെ ഹറാമുകൾ നമ്മൾ പലതും ഗീബത്ത് പറയൽ, വെറുതെയെങ്കിലും ആരാൻ്റെ ആവശ്യമില്ലാതെ കുറ്റം പറയാം, ഗീബത്ത് പറയൽ, പെണ്ണുങ്ങളുമായുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ വേണ്ടാത്ത രൂപത്തിൽ ചെക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ അതേമാതിരി സാമ്പത്തികമായ മറ്റ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വാജിബ് ഒഴിവാക്കൽ. ഹറാമ് ചെയ്യുമ്പോൾ തന്നെയാണ് എന്താക്കലും വാജിബ് ഒഴിവാക്കുക. ഹറാമ് ചെയ്യുക ഏതെങ്കിലും ഒന്നെങ്കിലും, വാജിബ് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉമ്മൻ്റെ വാപ്പൻ്റെ ഉസ്താദുമായി കുരുത്തക്കേടുണ്ടാവുക. ഇങ്ങനത്തെ സംഗതി വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെന്തേ ഉണ്ടാവുള്ളൂ? ചടങ്ങായിട്ട് മാറിലേ ഉണ്ടാവുള്ളൂ. ആ യഥാർത്ഥ ഫലം അല്ലാഹു നമുക്ക് തരണം. അതിന് നമ്മളെന്താവണം? അങ്ങനെ ഒന്ന് മനസ്സ് മാറി എന്ന തോന്നൽ. പിന്നെ ശംസുലമനെ വിളിച്ചു നോക്കി നമുക്കൊക്കെ 100 അനുഭവം നന്നായി എന്ന് പറയില്ല. അനുഭവം കാണിച്ചത് കൊണ്ട് കുറച്ചുകൂടിയൊക്കെ കിട്ടും. എനിക്ക് ഇന്ന അനുഭവങ്ങൾ എമ്പാടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒന്ന് രണ്ടോ പറയണോ? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമ ജാമിയ നൂരിയയിൽ ഉള്ള സമയത്ത് ഞാൻ അവിടെ എൻ്റെ ഉസ്താദ് അവിടെ കൊണ്ടാക്കി. 1975 2 കൊല്ലം അവിടെ പഠിച്ചു. 6ാം ക്ലാസ്സിൽ 4 കൊല്ലം പഠിക്കണം. 5ലും 6ലും അവിടെ പഠിച്ചപ്പോൾ അതിലൊന്നും ശംസുലമൻ്റെ ക്ലാസ്സില്ല. 7ലും 8ലും മാത്രമേ ആ ക്ലാസ്സുള്ളൂ. എന്നാൽ അവരെ പോക്കും വരവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വലിയൊരാളാന്ന് നമ്മൾ മനസ്സിലാക്കി. ബാക്കിയുള്ള സ്ഥാപനമാർക്കേ ക്ലാസ്സുള്ളൂ. അപ്പം 5ഉം 6ഉം കഴിഞ്ഞ് 6ഉം 7ഉം കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലേക്ക് 8, 9 ഈ 8ലേക്ക് മുത്തവ്വലിലേക്ക്, അറബിയിൽ മുത്തവ്വൽ എന്നാ പറയാ. മുത്തവ്വൽ 2 കൊല്ലം, ഡിഗ്രി 2 കൊല്ലം എന്നാലും മുത്തവ്വൽ 2 കൊല്ലം. 1ാം കൊല്ലം 8 എന്നതിന് 2ാം കൊല്ലം 9. മുത്തവ്വലിലേക്ക് ജയിക്കണ കൊല്ലം റഹ്മാനെ വലിയ സന്തോഷത്തിലാണ്. നല്ല ജയിച്ച് മാർക്കൊക്കെ കിട്ടിയിട്ട് നിങ്ങളെ 22 വയസ്സ്. അപ്പോൾ വരുന്ന കൊല്ലം ബഹുമാനപ്പെട്ട ശംസുലമൻ്റെ ക്ലാസ് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം നിൽക്കുമ്പോഴാണ് ശംസുൽ ചെയ്യുന്നത് ജാമ്യം നെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടും വേറെ പല കാരണം കൊണ്ട് ഞാൻ എന്താക്കി അവിടെ നിന്ന് കൂടെ പോകുന്നു കുഞ്ഞുവന്ന്. വേറെ ഉസ്താദ്മാരെ പറ്റി ചിന്തിക്കാതെ അവരെ കൂടെ കൂടാൻ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് എന്തായി 22 വയസ്സുള്ളപ്പോൾ ഞാൻ പോന്നു. എൻ്റെ മുത്തവ്വൽ 1ാം കൊല്ലം പൂച്ചക്കാട് ദർശനമാണ് 1 കൊല്ലം. അത് 78ലാണ്. 2ാമത് 79 എങ്ങോട്ട് വന്നു. പിറ്റത്തെ കൊല്ലം നന്ദിയിലേക്ക് പോകും. നന്ദിയിൽ പ്രിൻസിപ്പളായി. മുത്തവ്വൽ 2ാം കൊല്ലാണ്. ആ കൊല്ലാണ് എന്തുണ്ടാണ് മഞ്ചേരിയിലെ സംഭവമാണ്. അപ്പം ഞാൻ അവരെ കൂടെ പോരാൻ കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ഉസ്താദിൻ്റെയും എന്നെ അവിടെ ചേർത്തിയ ഉസ്താദിൻ്റെയും കാഴ്ചപ്പാടിൽ അന്ന് ആ രൂപത്തിലുള്ള വലിയൊരു പണ്ഡിതനെ കാണാൻ പ്രയാസമാണ്. ശരീഅത്തിൻ്റെ ഏത് വകുപ്പിലുള്ള ഇൽമിലും, ഭൗതിക ലോകത്തുള്ള ഭൗതിക വിജ്ഞാനങ്ങളിലും, അതുപോലെ എല്ലാവരെക്കാളും ഉയർന്ന നിലവാരത്തിലാണ് മുമ്പിലെന്നും അദ്ദേഹം എന്നും. അതുപോലെ സംസാരിക്കാനുള്ള കഴിവ്, സംഘടിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ വാദപ്രതിവാദം നടത്താനുള്ള കഴിവ്, അതിലൊക്കെ തന്നെ എല്ലാവരെയും ബഹുഭാഷ പണ്ഡിതനാകുക, ഈ വിഷയത്തിലെല്ലാം തന്നെ എല്ലാവരേക്കാളും മേലെയാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത് മനസ്സിലാക്കി. പക്ഷെ മൂപ്പരെ ഔലിയാക്കന്മാരോട് എത്ര ബന്ധമുണ്ട് എന്നുള്ളത് എന്താക്കിയില്ല, മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് പോരല്ല. അങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു പരിപൂർണ്ണ ഭാഗ്യത്തിലാക്കട്ടെ. അങ്ങനെ ഞാനവിടെ നന്ദിന്ന് പിന്നെ ജാമ്യന്ന് പോന്നപ്പോൾ ഞാൻ അല്ലാതെ പരിശോധിച്ചു പിന്നെ എന്തിനാ പോകുന്നത് എന്നുള്ളത്. എൻ്റെ കൽബിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജയിച്ചതാ. അതിനകത്തേക്ക് പോവും. ഉള്ളിൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടാത്ത ലക്ഷ്യമുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെയാണ് അതൊക്കെ പരിശോധന എന്ന് മനസ്സിലായത്.
അങ്ങനെ അൽഹംദുലില്ലാ അതിലൊക്കെ നമ്മൾ ജയിച്ചു. അൽഹംദുലില്ലാ 980 ആദ്യത്തെ സനത് കൊടുക്കാൻ തുടങ്ങി. നന്ദിയിൽ ദാരിമി സനത് 7 ആളാണ്. ഇതിലൊന്ന് ഞാൻ നമ്മളെ നേരത്തെ പരിശീലനം ബാക്കി വെച്ചു. മുദരിസായ സമയത്ത് അവളെ ദാരിമിയായി തീർന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ വേറെ ദിവസം അന്വേഷിക്കണം, നിന്നെ ഞാൻ ഇവിടെ മുദരിസാക്കാൻ തീരുമാനിച്ചിരുന്ന മതിയിൽ. ഞാൻ ചെറിയൊരു മനുഷ്യനാണ്, ദാരിമികളൊക്കെ യാത്രകളുണ്ടോ, യാത്രടിയുമാണുണ്ടോ. അപ്പോൾ നമുക്കൊരു കിതാബ് കിട്ടാത്ത വിഷമല്ല. കാരണം എന്താ വെച്ചാൽ എന്ത് ചോദിച്ചെന്താ ആളുണ്ടല്ലോ, ചോദിച്ചു പറഞ്ഞാൽ മതി. നമ്മൾ ചെറിയൊരാൾ വിദ്യാർത്ഥികൾ വലുതാകുമ്പോൾ നമുക്കൊരു കുട്ടിയൊരു മതിപ്പുണ്ടാവില്ലെന്നൊരു തോന്നലെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ മുദരിസായാൽ എന്ന് പറഞ്ഞു. സായാൽ എന്താ, നിന്നെ ഞാനല്ല മുദരിസാക്കണത്, ഏത് കിതാബും ദിവസത്തിക്കോ എവിടെയെങ്കിലും വലിയ സംശയം വന്നാൽ എന്നെ വിചാരിച്ചാൽ മതി. ഇത് എന്നെ ആദ്യമൊന്നല്ല, എന്നെ വിചാരിച്ചാൽ മതി. ധൈര്യം അൽഹംദുലില്ലാ, എത്ര നന്ദി അവരോട് കാണിച്ചാലും മതിയല്ല. അങ്ങനെ മുദരിസായിട്ടൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമമുണ്ട്, കുടുംബപരമായിട്ട് രോഗം ബുദ്ധിമുട്ടുണ്ട്, എല്ലാം കൂടി ഇടങ്ങേറിലാണ് അവിടെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആകെപ്പാടെ 3 ആളോടാ ബന്ധം. ഒന്ന് അടവൂർ CM വരെ പോകാം, കാരണം ഇപ്പോൾ പറയില്ല ബന്ധപ്പെടാൻ. പിന്നെ ഉമറുൽ ഖാദിരി, അവരോടാണ് തരീഖത്തിൻ്റെ ഇതൊക്കെ വാങ്ങിയത്. ശംസുലമ അവരെ അംഗീകരിച്ചത് കൊണ്ട്. പിന്നെ ശംസുലമ അവരോടും ചിലതൊക്കെ തന്നതുണ്ട്. അപ്പോൾ എൻ്റെ ഉസ്താദുമാർ ഷെയ്ഖുമാർ തന്നെ ഇപ്പോൾ ഈ 3 ആളാണ്. ഇപ്പം ഉസ്താദ് 94-ലാണ്. പിന്നെ ഇപ്പോൾ അവർ കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഏൽപ്പിച്ചത്. അതറിയില്ല. ഞാൻ ഒറ്റക്കിൻ്റെ റൂമിൽ നിന്ന് ചോറുന്നുമ്പോൾ നമ്മളൊക്കെ പറയല്ലോ, അല്ലാതെ ഇടങ്ങേറ് വന്നാൽ എന്ത് പറയാം, പഠിച്ചവനെ ഇതിൻ്റെ വിഷമങ്ങളൊന്നും കാണുന്നില്ലേ, ഞാനിങ്ങനെ മനുഷ്യനായി പോയല്ലോ എന്നൊരു ആത്മകഥം ചെയ്യല്ലേ എന്ന മാതിരി ഞാൻ എന്ത് പറഞ്ഞു, ഒറ്റയ്ക്ക് ചോറുന്നുമ്പോൾ എൻ്റെ ഉസ്താദുമാരും ഷെയ്ഖന്മാരൊക്കെ വലിയ മഹാന്മാരാണല്ലോ, അവരാരും പഠിച്ചവൻ എന്നോട് എൻ്റെ കാര്യത്തിൽ റെക്കമെൻഡോ ശഫായത്തൊന്നും ചെയ്യുന്നില്ലേ, എൻ്റെ വിഷമത്തിന് എന്തായാലും മാറ്റില്ലാത്തത്. ഞാൻ ആരും കേൾക്കാൻ പറഞ്ഞൊന്നുമല്ല, ഇതാക്കിയതാ സ്വന്തം ആത്മകഥ ചെയ്തതാണ്, ആരും കേൾക്കൂല. ബഹുമാനപ്പെട്ട ശേഖനായ ശംസുലമ അന്ന് നന്ദിയിലുണ്ട്, പള്ളിയിലെ റൂമിലാണ്. ആ റൂമിൽ നിന്ന് ഒരാളെന്നെ വിളിക്കാൻ അയച്ചു. ഞാൻ ചോറ് വെച്ച് തീർന്നില്ല. ഒരാൾ വന്നു, പലതിനും വിളിക്കാറുണ്ട്. ആദ്യം എവിടെ ചെയ്താൽ ചിലപ്പോൾ എന്നെ വിളിക്കുക, പലതിനും വിളിക്കും. ഒരാൾ ചോറ് വെച്ച് തീർന്നതിന് മുന്നേ തന്നെ കൈയൊക്കെ കഴുകിയിട്ട് വേഗം കുപ്പായൊക്കെ ഇട്ടിട്ട് തായിപ്പോയി. റൂമിൽ എന്താണ് അത് വിഷമം കഴിച്ചിട്ടുള്ളത്? ഒന്നും ആ ചോദ്യം കേൾക്കണമെന്നില്ല. എന്താണ് എനിക്ക് വിഷമം കഴിച്ചത്? വേറെന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ എൻ്റെ കണ്ണുമൂറെല്ലാം കണ്ടിട്ട് എടുക്കാൻ തോന്നിട്ട് ചോദിച്ചതല്ല. ദുന്യാവിൽ അങ്ങനെ തന്നെയല്ലോ കുറേ ഉപദേശിച്ചില്ലേ. ദുന്യാവിൽ നമ്മൾ ഓരോ ആഗ്രഹം ഉണ്ടാകും നമുക്കല്ലേ. ദുന്യാവിൽ ഹലാലായ ആഗ്രഹം, വേണ്ടാത്ത ആഗ്രഹം വേണ്ട കേട്ടോ. നല്ലൊരു പെണ്ണ് വേണം, ആഗ്രഹിച്ചൂടെ? ഭാര്യയെത്താൻ പെണ്ണ് വേണം ആഗ്രഹിക്കാം. കേട്ടാ, എനിക്ക് നല്ലൊരു ഒരു വീട് വേണം ആഗ്രഹിക്കാം, നല്ലൊരു ജോലി വേണം ആഗ്രഹിക്കാം, സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം ആഗ്രഹിക്കാം, നല്ല മക്കൾ വേണം ആഗ്രഹിക്കാം. അതെന്തിന് എതിരാവുന്നുള്ളൂ? ലോകത്തേക്ക് എതിരാവുന്നുള്ളൂ. ഇങ്ങനത്തെ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. ആണോ? ഈ ആഗ്രഹമുള്ള ആൾക്ക് ടെൻഷൻ നിർബന്ധമാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്. ആദ്യമായിട്ട് ആഗ്രഹിച്ച് കിട്ടാൻ ടെൻഷനാവും. ചിലക്ക് വേഗം കിട്ടിയെന്നൊക്കെ, കിട്ടിയത് പോയാൽ കുറച്ച് ഞാൻ പോകില്ലേ, ഇവിടെ ടെൻഷനാവും. എല്ലാം പെണ്ണാ കിട്ടി, സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതേപോലെ പെണ്ണുങ്ങൾക്ക് സുഖമായിട്ട് വെക്കും. അള്ളാഹ് ടെൻഷൻ മാറ്റിയാൽ മാറുമോ? നല്ല ജോലിയായിരുന്നു, പക്ഷെ എന്തായി പോയി. അത് സേവനം പറയാൻ സംസാരിച്ചു. ദുന്യാവിൽ അങ്ങനെയല്ലടോ. ദുന്യാവിൽ ഓരോ കാര്യം ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ടെൻഷൻ രാജ്യമാണ്. അതിനൊക്കെ അങ്ങനെ ആരും ബുദ്ധിമുട്ടായി കുത്തിരിക്കില്ല. അത് സാരില്ല. അത് 5 നേരം നിൽക്കാരത്തിന് ശേഷം ഒരു സംഗതി ചെറിയ സൂറത്ത് 2-3 വട്ടം ഓതാൻ വേണ്ടി പറഞ്ഞു. ചെല്ലിക്കോളും, ഇനി വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. വിഷമങ്ങൾ വരുമ്പോൾ ചെല്ലാതായിക്കോളും, പോയിക്കോളും എന്നാണ് ദീപാ ചെല്ലുക. എനിക്കവിടെ എന്താ അലഹമില്ല എന്താ ഉണ്ടായിരുന്നാൽ 2-3 സംഗതികൾ വന്നു. ഒന്ന്, എനിക്ക് ആദ്യം ഒരു കുറവുണ്ടായിരുന്നു. ഞാനിത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഇത് കേട്ടുപോയല്ലോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ രണ്ടാമത് വന്നതെന്താണെന്ന് വെച്ചാൽ, അൽഹംദുലില്ലാ ഞാൻ പിടിച്ച കൊമ്പ് നല്ല ഉറപ്പുള്ള കൊമ്പ് തന്നെയാണ്. ഇത്ര വലിയ കഴിവുകളാണ് ഞാൻ ആദ്യം മനസ്സിലാക്കി. ഞാൻ പോകുന്നത് നന്നായി. ഞാൻ എവിടെയെങ്കിലും രഹസ്യമായിട്ട് വല്ലതും പറഞ്ഞാലോ വിചാരിച്ചാലോ അറിയാൻ കഴിവുള്ള ആളാണെന്ന് കൂടി അള്ളാഹു എനിക്ക് എന്താക്കി തന്നു. അവിടുന്ന് കേട്ടതല്ല, മനസ്സിലാക്കി തന്നല്ലോ.
മൂന്നാമതൊരു കാര്യം സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷം പരിഹാരമാർഗം ഉണ്ടല്ലോ. അന്ന് മുതൽക്ക് അത് 81 ലാസ്റ്റോ 82 ആദ്യത്തിലോ ആണ്. അന്ന് മുതൽക്ക് പിന്നെ നമ്മൾ കാണുന്നത് ആ ശിവനൻ എങ്ങനെയാണ് ഈ കാഴ്ച വരുന്നത് പറഞ്ഞാൽ പിന്നെ വെള്ളിയാർപ്പത്ത് ഇവിടെ നിൽക്കണ സമയത്തൊക്കെ വരത്തുണ്ടായിരിക്കുന്നു, അവിടെ ഒന്നും നടക്കില്ല. ഇത് പിന്നെ പേഴ്സണലാണെങ്കിലും അനുഭവത്തിൽ വളരെ പുലർന്ന കാര്യമാണെന്നത് ഈ പറഞ്ഞ കാര്യം കേട്ടോ. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ നടപടി നന്നാക്കിയ ശ്രദ്ധ മനസ്സിലായിട്ടോ. നടപടി നന്നാക്കാന്നാൽ ഹറാമായി വെക്കുക. അപ്പോൾ നടപടി നന്നാക്കി എൻ്റെ പഴയ ശൈലിയാണ് ജീവിതശൈലി രോഗം കേട്ടില്ലേ? ജീവിതശൈലി ശാരീരിക രോഗം കേട്ടുള്ളൂ. ജീവിതശൈലി ആത്മീയ രോഗമുണ്ട്. അത് ഹറാം ഒഴിവാക്കൽ ജീവിതശൈലി രോഗമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഹറാം ഒഴിവാക്കൽ, ഹറാം ചെയ്യൽ, വാജിബ് ഒഴിവാക്കൽ, ഉമ്മാൻ്റെ ബാപ്പാൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിനെ ബുദ്ധിമുട്ടാക്കണം. ഇതൊക്കെ നമ്മളെ ഗീബത്ത് പറയൽ, അങ്ങനെ എന്തൊക്കെ സംഗതികളുണ്ട് നമ്മളെ ജീവിതത്തിൽ ആരാപ്പം നോക്കണേ ശ്രദ്ധിക്കണേ. പരമാവധി നമ്മൾ അള്ളാഹു റസൂലും ഹറാമാക്കി ഹറാമുകൾ എന്തെന്ന് പഠിക്കണം. ആ ഹറാമുകൾ ഒഴിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. മനസ്സിലായിട്ടോ? വാജിബുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ വാജിബ് ചെയ്യാൻ വേണ്ടി പരമാവധി നമ്മൾ എന്താക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ എന്താക്കേണ്ടി വരും, വാജിബ് തേക്കല്ലാത്തതിന് വേണ്ടി എന്താക്കേണ്ടി വരും. നമുക്ക് ഒരാളോട് വലിയ വെറുപ്പം വന്നു കഴിഞ്ഞാൽ, മുസ്ലിമാണെങ്കിൽ അത് വലിയ വെറുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ പറ്റി എന്ത് ചെയ്യും? അയാളെ മുമ്പിൽ വെച്ചോ കുറ്റം പറയും. അത് ഗീബത്താ, ഉള്ളത് പറഞ്ഞാൽ എന്തെങ്കിലും ഗീബത്താ. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അത് വലിയ വിഷയം ഗീബത്ത് പറഞ്ഞാൽ. ഗീബത്തിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഗീബത്തിൻ്റെ ഗൗരവത്തിലാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നും രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് ഒരു മഹാനായിരുന്ന അബൂ മദിയനെ പറയാൻ തന്നെ നമുക്ക് കഴിയില്ല. ഒരു വട്ടം പോലും നമ്മൾ കാണിച്ചല്ലോ. എല്ലാ ദിവസവും സഹോദരൻ സ്വപ്നം കണ്ടിട്ട് മഹാനായിരുന്ന അബൂ മദിയൻ പേര് പറഞ്ഞോണ്ടാ, അബൂ മദിയൻ ഉള്ളതാ. റസൂലുള്ളാഹിനെ എന്നും ഉറക്കത്തിൽ കാണുന്ന ഒരാൾ പിന്നെ ഒരു ദിവസം കാണണ്ടായിട്ടുണ്ടാവും. ഒറ്റ സ്നേഹിതനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ കാണാൻ ഞാൻ കണ്ടാവും. അങ്ങനെ ഒന്നല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ തുടങ്ങിയാൽ അവൻ്റെ മനസ്സിന് സ്വർഗത്തിൽ കടന്നാലേ ഇനി അതിനേക്കാൾ വലിയ രസം ഉണ്ടാവുള്ളൂ. ജീവിതകാലത്ത് അത്ര വലിയ രസവും ആനന്ദവും വേറൊന്നിലും ഉണ്ടാവുകയില്ല. അത് നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത്രയും വലിയ രസം എന്നും അനുഭവിച്ചുകൊണ്ട് മഹാനായിരുന്നു അബൂ മദിയൻ. വേറെ പലരുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽമാൻ്റെ കഥ പാടും പറയാനുണ്ട്, ഗണീസ് ഉസ്താദിൻ്റെ കഥ ഉണ്ട്. ഈ അബൂ മദിയൻ റളിയല്ലാഹു അൻഹു എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് റസൂലുള്ളാഹിനെ പിന്നെ കാണാണ്ടായി. ദിവസം കണ്ടില്ല. എന്തായിരിക്കും സങ്കടം? ഭയങ്കരമായ സങ്കടം, ഖേദം, കരച്ചിലൊക്കെ വന്നിട്ട് മൂപ്പര് എന്തൊക്കെയോ ചെയ്ത് തോബ ചെയ്ത് മടങ്ങി. എൻ്റെ എന്താ വന്നത് ഞാൻ അറിയില്ല, എന്നൊന്നും ഉണ്ടായിട്ടാണ് കാണാത്തത്. അങ്ങനെയൊക്കെ നബിതങ്ങളോട് അള്ളാഹിനോട് നേരിട്ടും നബിതങ്ങളോട് നേരിട്ടും വഴിയായിട്ടും തവസ്സുലായിട്ടും ഒക്കെ തന്നെ ചെയ്തു. അവസാനം റസൂലുള്ളാഹിനെ കണ്ടു. കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ ഇന്ന സദസ്സിൽ ഗീബത്ത് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ഗീബത്ത് പറഞ്ഞ മാതിരി തന്നെയാണ് എന്തിനും കേട്ടില്ല. മനസ്സിലായില്ല? പറഞ്ഞ മാതിരി പറഞ്ഞാൽ അതിൻ്റെ അത്ര തന്നെ ഉണ്ടാവില്ല. അത് 100 98 ഉണ്ടാവും, 2 കുറവുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഗീബത്ത് പറയൽ എന്ന സംഗതി അത് വലിയ സംഗതിയാണ്. വേറെ പലതും ഉണ്ട്. എപ്പോഴും നാം പിടിച്ചാൽ കിട്ടാത്ത സാധനം നാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഈ ഗീബത്ത് പറയൽ എന്ന സംഗതി അത് പറയലും കേൾക്കലും എനിക്ക് വെറുപ്പാണെന്ന് എനിക്കറിയില്ല. നീ എന്നാ ആകാശത്തിൽ കേട്ടില്ല, അതുകൊണ്ട് എന്നെ കാണാതിരുന്നത് ഇവിടെ കരുതിക്കൊള്ളേണ്ടി. അപ്പം എന്ത് വേണം? ഇങ്ങനെ എണീച്ച് പോരുക. അവനാണ് പറയാണ്ടിരിക്കാം. വേണമെങ്കിൽ പറയാൻ കഴിയില്ല. സ്വാഗതം പറയുമ്പോഴൊക്കെ ചിലപ്പോൾ എന്താക്കേണ്ടി വരും, കുറ്റം പറയേണ്ടി വരും. ഇത് ചെയ്യും. ചിലപ്പോൾ അവനൊക്കെ പറഞ്ഞില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മളിങ്ങനെ ഇന്ന് കൂടാതെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകാമെന്നല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പോൾ മരണസമയത്താണ് എന്താ അറിയുക, അതുവരെയുള്ള ജീവിതത്തിൻ്റെ റിസൾട്ട് അറിയാം. മരണസമയം റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? 70 കൊല്ലം ജീവിച്ചെങ്കിൽ 60 കൊല്ലമാണ് ഇത്ര ജീവിച്ചെങ്കിൽ എൻ്റെ മുഴുവൻ റിസൾട്ട് അവിടെ അങ്ങനെ പതിഞ്ഞു. മഹാന്മാർക്ക് ജീവിതകാലത്ത് തന്നെ കാണിച്ചു കൊടുക്കും. കൊടുക്കുന്നതിന് വേണ്ടി മടങ്ങേണ്ടതിനെ മടങ്ങാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യും? നേരത്തെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. മരിക്കാൻ നേരം കണ്ടാൽ എന്താ ചെയ്യാൻ കഴിയില്ല? ചെയ്യാൻ കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
അപ്പോൾ ഗൈബത്ത് പറഞ്ഞൊരു സദസ്സില്ലാരും വരില്ല, വിധങ്ങൾ വരില്ല, വിധങ്ങളെ ഉറക്കത്ത് കാണുന്ന ആൾ കാണൂല, വിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ആ ഗൈബത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മുമ്പർഭാഗമൊക്കെ ആലോചിച്ചൊക്കെ സംശയമൊക്കെ ആരെന്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറ്റൂല എന്ന് കണ്ടാൽ ഏത് വലിയും കണക്കാ കുറ്റം പറയാൻ, ആർക്കും ഒരു പ്രശ്നമില്ല. ഏത് ആലിമും കണക്കാ, ഏത് സയ്യിദും കണക്കാ. ആ രൂപത്തിലാണുള്ളത്. അതൊന്നും നമ്മൾ വിട്ടുപോകുന്നു. ഒരു മഹാൻ പറഞ്ഞു, ഞാൻ ഗൈബത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മനെയും ബാബനെയും പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ മനസ്സിലായില്ല. ഗൈബത്ത് പറഞ്ഞ ആൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾക്ക് സൽക്കർമ്മം ഉണ്ടെങ്കിൽ പറയപ്പെട്ട ആൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊടുക്കാന്നല്ല ആർക്കാണ്? ഞാൻ പറയില്ല ഗൈബത്ത്. അഥവാ വല്ലതും പറയുകയാണെങ്കിൽ തന്നെ ആരെപ്പറ്റേ വരുള്ളൂ, അത്ര കണ്ടീഷനാണ് കൊടുക്കേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിതശൈലി നന്നാക്കണം കേട്ടോ. അത് ഹറാം എന്തൊക്കെയാണെന്ന് പഠിക്കണം. 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചാൽ അല്ലെങ്കിൽ 10,000 മദ്രസകളിലെ എല്ലാ ഹറാമും പഠിക്കണ്ടല്ലേ. ഒരാൾക്കെന്ത് പറയാൻ പറ്റൂല. ഒരു മനുഷ്യനും പഴയകാലത്ത് പറയാൻ പിന്നെയും പറ്റിയിരുന്നു. ഒരാൾക്കും ചെറുപ്പക്കാരനോ വലുപ്പക്കാരനോ ആണിനോ പെണ്ണോ പറയാൻ പറ്റൂല അത് ഹറാമാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പറയാൻ പറ്റുമോ? പറ്റൂല. ഹറാമി എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ വ്യക്തമായി വളരെ വെളിവായി നിൽക്കുകയാണ്. അത് മദ്രസയിൽ പഠിച്ചിട്ടും ക്ലാസ്സുകൾ, റമദാൻ പ്രഭാഷണം അങ്ങനെ, അല്ലാത്ത പ്രഭാഷണം അങ്ങനെ, ഇങ്ങനെ ക്ലാസ്സുകൾ, പുസ്തകങ്ങൾ, ഇങ്ങനെ എല്ലാ സംഗതി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനെന്ത് പറയാൻ പറ്റില്ല, ഞാൻ ഹറാം, എനിക്ക് ഹറാം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഹറാം എന്താണെന്ന് ഒന്നുകൂടി എന്താ സ്മരിച്ച് ഓർമ്മിക്കണം. അതുപോലെ വാജിബ് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലാറിയാൻ പറ്റുമോ? ആരൊക്കെ കുരുത്തമാണ് ഞാൻ സൂക്ഷിക്കേണ്ടതെന്നുള്ളത് അറിഞ്ഞില്ലാന്നറിയാൻ പറ്റുമോ? പറ്റൂല. അതൊക്കെ നമ്മളെന്താ കൽബിൽ കിബിർ, ഇതൊക്കെ ഉണ്ട് മാറ്റി വെച്ചാൽ കൽബിൽ കിബിറിനൊക്കെ പോയാലോ ഒന്നും പറയണ്ട. അതുകൊണ്ട് നമ്മൾ വേറെ താണ്ടിയിട്ടുള്ളൂ ചുരുക്കലി എന്താ വെച്ചാൽ, നമ്മൾ ആളുകളായി ശംസുലമന്റെ മുഹിപ്പീങ്ങളായി ചൈപ്പടി യാസീനെ പുറത്തേക്ക് പോയി തരും അല്ലേ. മുറാദ് എന്തായാലും തരും, വിചാരിച്ച മാതിരി യാസിലായില്ലാന്ന് തരും, അല്ലെങ്കിൽ നമ്മളെ വിഷമം നീങ്ങിയില്ലാന്ന് തരും. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതിരുന്നാൽ നമ്മളെന്താണ്ട് അതിനോട് നേരത്തെ ഉള്ളത് ബഹുമാനം കുറഞ്ഞു പോകും. ശരിയല്ലേ? ഡോക്ടറത്ത് പോയാലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ നല്ല ഡോക്ടറെ പോയത്, നല്ല മരുന്ന് അയച്ചിട്ട് കുടിച്ചതാണ്. ഇവൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഉണ്ട്, ഇവനെന്താക്കേണ്ടതുണ്ട്, മധുരം ഒഴിവാക്കേണ്ടിയിരുന്നോ, കൊഴുപ്പ് ഒഴിവാക്കേണ്ടിയിരുന്നോ, അത് കൃത്യമായി മരുന്ന് കഴിക്കേണ്ടിയിരുന്നോ, അതൊന്നോ ചെയ്തത് അവനറിയില്ല. അതിനെ പറ്റുമെന്നോ? അവനെപ്പറ്റി നല്ല അഭിപ്രായക്കാരനാ, സ്വന്തം നഫ്സിനെ പറ്റി അവനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ ഈ ലോകത്ത്. അപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ വേറെ അവിടെ പോയി, ആ ഡോക്ടർ ഇപ്പത്തില്ല, വേറെ ആർക്കും മാറിക്കണ്ടിട്ടും കാര്യമില്ല, ഇവന് മാറില്ലല്ലോ എന്ന മാതിരി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുമായി അമ്പിയാക്കളുമായി നാം ബന്ധപ്പെട്ട് അവരെ പേരിൽ യാസീനൊക്കെ ഓതി അതിയാ ചെയ്ത് അവരെ തവസ്സുലാക്കി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, ഫലമുണ്ടെന്നുള്ള നമ്മൾ അനുഭവത്തിലൊക്കെ കാണിച്ചെന്ന് പോയതാ. ഞാൻ എനിക്കൊന്നും കിടക്കില്ല, ഒരുപാടും കാണിച്ചു തന്നിട്ടുണ്ട്. 1, 2, 3 എന്നല്ല, പലർക്കും അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും തരും, അതായത് ഭയം കാണാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലും വല്ല ഹറാമോ ചെയ്യണ്ടോ നോക്കണം. ഒരു ഫലം തരൂല, തരാടിക്കാൻ നല്ലതും. കാരണം ഹറാമ് ചെയ്തിട്ട് ഫലം കൊടുത്താൽ പിന്നെ ഹറാമ് ഉണ്ടാവില്ല ഉള്ള കാലത്ത് ഒഴിവാക്കൂല. ഹറാമ് ചെയ്തതിന്റെ പേര് ഫലം കൊടുക്കാഞ്ഞാലോ ചിലപ്പോ ചിന്തിച്ചു തരും, എന്തേക്കല്ലോ ഇതാണ് കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും അറിയാതെ തന്നെ വല്ല ഹറാമ് കണ്ണുകൊണ്ടോ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഫർജ് കൊണ്ടോ കൽബ് കൊണ്ടോ നമ്മൾ വല്ല ഹറാമും ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ എന്ന് വിചാരിച്ച മാതിരി പലണ്ടായിക്കൊള്ളില്ല. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ നാം എന്താക്കണം ചിന്തിക്കണമെങ്കിൽ ആരും നിങ്ങളും കൈമാറണം ഈ സംഗതി, പരസ്യമാക്കി ഇത് വഹിച്ചിട്ട് കാര്യമില്ല. സ്നേഹിതന്മാരോട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണം, എല്ലാം എല്ലാ വിഷയം കൊണ്ടുപോകണം. ഹറാമുകൾ ഒരിക്കലും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന ഹറാമും, ചെവി കൊണ്ട് കേൾക്കുന്ന ഹറാമും, ഫർജ് കൊണ്ടുണ്ടാകുന്ന ഹറാമും, കാല് കൊണ്ടുണ്ടാകുന്ന ഹറാമും, കൈ കൊണ്ടുള്ള ഹറാമുണ്ട്, ചിന്തിച്ച് കൽബ് കൊണ്ടുണ്ടാകുന്ന ഹറാമുണ്ട്. എത്ര ഹറാമുകളെ പറ്റി പഠിച്ചിട്ട് ഹറാമുകൾ കൈവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പം ശ്രമം നടത്തേണ്ടി വരും. നടത്തിയില്ലെങ്കിൽ ഇന്നോ നാളെ കൊറോണ വന്നില്ലേ, എന്നിട്ടിപ്പം എന്തേ കൊറോണ വന്നില്ലേ, ആർക്കെന്തും ചെയ്യാൻ കഴിഞ്ഞോ? ഭൗതികമായി അമേരിക്കയിൽ ഏറ്റവും ഉയർന്നത്
ഇറ്റലി ഫ്രാൻസൊക്കെ അല്ലേ വരുന്നതല്ലേ? എന്ത് കഴിഞ്ഞോ? പുട്ടുകുത്തിയല്ലേ? ഭൗതികമായി ചന്ദ്രനിൽ വരെ പോകാൻ കഴിവുള്ളവരാണ്. ഭൗതികമായി എത്ര കണ്ട് ഉയർന്നാലും അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പിടുത്തത്തിന് എന്താവില്ല, മതിയാവുകയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാണോ? ആരും ഉണ്ടാവില്ല. ഒരു കമ്പനി ഉണ്ടാവില്ല. ഒരു കമ്പനിയും ആ സമയത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. അന്നേരം കമ്പനി ആരാവണം? അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കളാവണമെങ്കിൽ എന്ത് വരണം? നമ്മൾ അവരോട് കമ്പനി ഇവിടുന്ന് പോകണം. ദിക്റും അങ്ങനെ തന്നെ. ദിക്റ് രസമുണ്ടോ? കുഴപ്പമുണ്ടാവില്ല. രസമല്ലേ? കുഴപ്പമുണ്ടാകും. അപ്പോൾ രസമുള്ള എന്തും തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വിടുന്ന അങ്ങോട്ട്. രസമുള്ള എന്തും തിന്നാൻ ഇഷ്ടമുണ്ടാകും. അപ്പോൾ അത് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടാത്തതാണ് നോക്കാൻ കഴിയണം. എന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ രസം ഒഴിവാക്കണം. നാവ് കൊണ്ട് രസമാണ് ഒരാളെ കുറ്റം പറയാം. എന്ത് രസമാണ് ഒരാളെ കുറ്റം പറയാൻ? കുറ്റം പറയുമ്പോൾ രണ്ട് സംഗതിയാണ്. ഓനെ താത്തലി ഇവൻ പൊന്തലുമാണ്. കുറ്റം പറയുന്ന ആള് പൊന്തുകയാണ്. ആരെ താത്തയാണ്? അപ്പം സ്വയം പൊന്താൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്നത് കൊണ്ട് ഭയങ്കര രസമായിരിക്കും കുറ്റം പറയാൻ. അതിന് പല കാരണമുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് പറയാൻ രസം വരുന്ന സമയത്ത് ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അല്ലെന്ന് എന്താക്കണം നോക്കണം. ബാക്കി ഞാൻ പറയണില്ലല്ലോ. കാലുകൊണ്ട് നടന്നു പോണത്, കൈ കൊണ്ട് തൊടുന്നത്, അവസാനം എല്ലാം കൂടി അവസാനം എന്താ പറയുക, പറിച്ചുകൊണ്ടുള്ള പണിയുണ്ടാവും. അത്തരം കാര്യങ്ങൾ നമ്മൾ അവയവങ്ങളെ കൊണ്ട്, കൽബ് കൊണ്ടും മറ്റവയവങ്ങളെ കൊണ്ടും ഹറാമ് ചെയ്തു പോകുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാജിബ് ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കണം. ഉമ്മൻ്റെ വാപ്പൻ്റെ ഒക്കെ കുരുത്തക്കേടോ, ഉസ്താദന്മാരെ കുരുത്തക്കേടോ, അതിൽ പോയി തന്നെ അനാഥരവോ അയൽവാസികളെ വെറുപ്പിക്കലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കരുതണം. അത് കരുതലോടുകൂടി നല്ല മനസ്സോടുകൂടി നമ്മൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമനെ, കിശേരി ഉസ്താദ്, കണ്ണിത്ത് ഉസ്താദിനെ പോലെയുള്ള CM ഫരീദുദ്ദീനെ പോലത്തെ മഹാന്മാരെ, പ്രത്യേകിച്ച് ശംസുൽ ഉലമയൊക്കെ ഉസ്താദിനൊക്കെ നല്ല മനസ്സോടുകൂടി ജീവിതശൈലി നന്നാക്കിയിട്ട് നമ്മവരെ ഫാത്തിഹ സങ്കടപ്പെട്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ ഫലം സുനിശ്ചിതം. 100 അനുഭവങ്ങളാണ്. ആരും എന്താവണ്ട ഇതിൽ നിന്നതിൻ്റെ പേരിൽ ഭയപ്പെടേണ്ടതില്ല കേട്ടോ. പിന്നെ എന്താ പ്രശ്നം വരാൻ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ശ്രദ്ധിക്കണം. ഞാൻ നിർത്തണം. അല്ലാഹുവിന്റെ വളയും ഏർപ്പാട് കബൂലാക്കട്ടെ. പരിപൂർണമായൊരു പദതങ്ങാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ അടിതൊട്ട് മുടി വരെ ശുദ്ധിയാവാനത് മതിയാകും. അത് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ അവരോട് അടുത്തവരിൽ ഏറ്റവും അടുത്തവർ തന്നെയാണ് അതിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അതുപോലെ ഉസ്താദും കണ്ണിത്ത് ഉസ്താദും ഒക്കെ CM ഫരീദ് അങ്ങനെ തന്നെ ഫറൂഖ് ഖാദിരി അങ്ങനെയാണ്. അവർ ഷേഖ് സിറാജുദ്ദീൻ ഷേഖിൻ്റെ ഒക്കെ നമ്മൾ അടുത്ത ബന്ധപ്പെട്ടവരാണ്, അടുത്ത വഴികാട്ടികളാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് നമ്മളെ നല്ല മനസ്സോടുകൂടി അവരോട് ബന്ധപ്പെടാനും ജീവിതശൈലി നന്നാക്കി കുടുംബസമേതം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജീവിത രീതികളൊക്കെ നന്നാക്കി നല്ല മനസ്സോടുകൂടി ഉറപ്പോടുകൂടി അവരോട് ബന്ധപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കബൂലാക്കട്ടെ. ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد لم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وصحابه سيدنا ومولانا محمد.
റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്പം പറഞ്ഞത് നീ കബൂലാക്കണേ അല്ലാഹ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ മദ്ഹും അല്പം പറഞ്ഞത് നീ കബൂലാക്കണേ അല്ലാഹ്. കണിത്ത് ഉസ്താദിന്റെ മദ്ഹും അല്പം പറഞ്ഞത് നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമും പോലെ ഫാത്തിഹ ഓതിയതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. യാസീനും അതുപോലെ ഇഖ്ലാസും ആവത്തിനൊക്കെ ഓതിയതും നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങൾ ഓതിയതിൻ്റെയൊക്കെ വണ്ണമായ സവാബിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്തിനെ സാധുക്കളായ ഞങ്ങളുടെയും കൂട്ടുകുടുംബാദികളുടെയും മുഹിബ്ബീങ്ങളുടെയും കേൾക്കാൻ ഏൽപ്പിച്ചവരൊക്കെ മനസ്സിൽ പൂർവാധികം നീ ശക്തിയാക്കി തരണ അല്ലാഹ്. ഏറ്റവും പരിപൂർണ രൂപത്തിലാക്കി തരണ അല്ലാഹ്. ആ മഹബത്ത് വഴിയായി അവിടുത്തോട് കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവിടുത്തോട് പിൻപറ്റി ജീവിക്കുവാൻ നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കണേ അല്ലാഹ്. അവിടുത്തെ മുഴുവൻ അഹ്ലു ബൈത്തിങ്ങൾ സ്വഹാബാക്കൾ ബദരീങ്ങൾ അടക്കമുള്ള സ്വഹാബാക്കളുടെയും അഹ്ലു ബൈത്തിങ്ങളുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെയും മദതും കാവലും ബറക്കത്തൊക്കെ സാധുക്കളായ ഞങ്ങൾക്കും എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ചില അംബിയാ മുസ്ലിങ്ങൾ അവരൊക്കെ ആര്യ സഹാബിന്റെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. താബിഈങ്ങൾ താബിഈങ്ങൾ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിന്റെ ഹഖായ ദീനിന്റെ മുഴുവൻ ഇമാമുകൾ ഉലമാക്കൾ എല്ലാവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹദ്റത്തിലേക്ക് നീ പ്രത്യേകമായി എത്തിക്കണേ അല്ലാഹ്. മാസമാണല്ലോ അവരെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ മുഴുവൻ ഉമ്മഹാത്ത് അവരെ മശായിഖന്മാർ അവരെ തരീഖത്ത് സന്താന പരമ്പരകൾ തരീഖത്ത് സ്വീകരിച്ച ആയിരക്കണക്കായ ഔലിയാക്കൾ മശായിഖന്മാർ ഖുതുബീങ്ങൾ ഗൗസിയങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള അവരൊക്കെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നാഹൂർ ഷാഹുലമി തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ അടുക്കലുള്ള ഹഖായ തരീഖത്തിന്റെ ഒരുപാട് മശായിഖന്മാർ വേറെയും ഉണ്ട്. അവരൊക്കെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അവരോടെല്ലാം തരീഖത്തിലും സിൽസിലയും ചേർന്ന ആയിരക്കണക്കായ ഔലിയാക്കൾ മശായിഖന്മാർ ഖുതുബീങ്ങൾ ഗൗസിയങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അവരൊക്കെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതിൽ നിന്നും പ്രത്യേകമായി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഗണിത് ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട കിശേരി ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. കടവൂർ സിഎം വലിയുള്ളാന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ശംസുൽ ഉലമയുടെ മശായിഖന്മാരിൽപ്പെട്ട സിറാജുദ്ദീൻ ശൈഖിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖലീഫയായിരുന്ന കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മഹാനായ റബ്ബേ, ഈ പറയപ്പെട്ട അടുത്ത വസീലകളായ മഹാന്മാരാണ്. അവരുടെ എല്ലാ മശായിഖന്മാരുടെയും എല്ലാ ആബാവും മഹത്തിൻ്റെയും അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരുടെയും സ്വാലിഹീങ്ങളായ അവരുടെ ഉസ്താദുമാരുടെ ഒക്കെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹരിബർ ഉസ്താദിന്റെയും മൗലൂദുണ്ടാക്കി ഹരിബർ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാം ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. ദറജകളെ നീ ഉയർത്തണേ. പ്രത്യേകിച്ച് ശൈഖുനാ ശംസുൽ ഉലമയുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. എല്ലാവരും ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. നിന്നെടുക്കുള്ള സ്ഥാനമാനങ്ങളെ നീ ഉയർത്തണേ അല്ലാഹ്. മഹാനായ റബ്ബേ, കഴിവിന്റെ പരമാവധി അവരോട് ഞങ്ങൾക്കെല്ലാം കുടുംബസമേതം എവിടെയായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നു ഏത് വാക്ക് പറയുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് തീരുമാനമെടുക്കുമ്പോഴും മഹാനായ റബ്ബേ, എവിടെയായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും അവരുടെ വീക്ഷണമുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അവർക്ക് പൊരുത്തമില്ലാത്ത ഒന്നിൽ ഏർപ്പെടാതെ ജീവിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കുടുംബസമേതം ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മേൽ പറയപ്പെട്ടവരും അല്ലാത്തവരുമായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മശായിഖന്മാരെ പറ്റി പറഞ്ഞവരെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. ഹിലാലിയ റാത്തീബിന്റെ അവസാനം ഫാത്തിഹ വിളിക്കാറുള്ള ഒരുപാട് ഔലിയാക്കൾ മഹാന്മാരൊക്കെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. സമസ്തയിൽ നിന്ന് മരിച്ചുപോയ അടുത്ത് മരിച്ചുപോയ മരക്കാർ ഉസ്താദിന്റെ റൂഹിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. ഇന്നലെ മരിച്ച ചെമ്മുക്കൽ കുഞ്ഞാപ്പു ഹാജി അതേമാതിരി കാളാവ് സൈദലി ഉസ്താദിന്റെ ഹദ്റത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ സമസ്തയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുല്ലക്കോത്ത അടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങളും
ഹാരിമീങ്ങളും സ്വാലിഹീങ്ങളും ഉറാക്കളും അവരൊക്കെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അവരുടെ എല്ലാം ദറജകൾ നീ ഉയർത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് ശൈഖുനാ ശംസുലുലമയുടെയും മേൽ പറയപ്പെട്ട അടുത്ത വസീലുകളായ മഹാന്മാരുടെയൊക്കെ ദറജകൾ നീ ഉയർത്തണേ അല്ലാഹ്. മാനാറുകൾ പറയപ്പെട്ട എല്ലാവരുടെയും ജാബർക്കത്ത് കൊണ്ട് ഹൗസുല്ലാദമിൻ്റെയും ശൈഖുനാൻ്റെ ഒക്കെ ജാബർക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട അടുത്തവരും വിട്ടവരുമായ എല്ലാ കൂട്ടുകുടുംബാദികൾ മുഹിബ്ബീങ്ങൾ കേൾക്കാൻ ഏൽപ്പിച്ചവർ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ദോഷങ്ങളൊക്കെ പുറത്തു തന്നെ അല്ലാഹ്. ഈ കാലമത്രയും സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളെയും നീ പുറത്തു തന്നെ അല്ലാഹ്. നിങ്ങളുടെ ജീവിതകാലം റഹ്മാനായ റബ്ബേ കഴിവിൻ്റെ പരമാവധി സർവ്വ ഹറാമുകളും ഒഴിവാക്കി വാജിബുകളൊക്കെ നല്ലതൊക്കെ ചെയ്ത് കുരുത്തക്കേടും ഇല്ലാതെ നിന്റെ പൊരുത്തത്തിലായി തൗബയുടെ മനസ്സോടുകൂടി നല്ല ഒരു ജീവിതം ഞങ്ങൾക്കും എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഭാഗവും നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെയും കൂട്ടുകുടുംബാദികളെയും മേൽ പറയപ്പെട്ട എല്ലാ മുസ്ലിമീങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നമ്മളടക്കമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും മാനാറബേ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തൗബ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു മനസ്സ് നൽകണം അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ റഹ്മാനായ റബ്ബേ അവർക്ക് നല്ല മനസ്സ് നൽകണം അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന എന്ന വിഷയത്തിൽ ഒരു പാഠം അവർക്ക് നീ നൽകണമല്ലോ. ഒരു പാഠം നൽകണമല്ലോ. നിന്റെ ഖദാഇൽ അവരെ ഒരു നിലക്കും നീ വിജയിപ്പിക്കരുതല്ലോ. എല്ലാ നിലക്കും നീ പരാജയപ്പെടുത്തണമല്ലോ. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ അവകാശം നൽകുന്ന സൗകര്യം ചെയ്യുന്ന ഭരണാധികാരികളെ നീ പഞ്ചായത്തിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലോകതലത്തിലൊക്കെ നീ കൊണ്ടുവരികയും നിലനിർത്തുകയും ചെയ്യണം. നീ കൊണ്ടുവരികയും വിജയിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. നീ ഈ മഹാന്മാരുടെ ജാബർക്കത്തുകൾ നീ ചെയ്യണേ അല്ലാഹ്. മാനുറഹിമുമായ മദ്രസകളെ എല്ലാ നല്ല കാര്യങ്ങളെല്ലാം അടങ്ങി നിൽക്കുകയാണ്. എല്ലാം പൂർവാധികം ഏറ്റവും നല്ല നിലക്ക് നല്ല നിന്റെ പൊരുത്തത്തിലായി തുറക്കപ്പെടാനും അതുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങൾക്കും എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. കേൾക്കാൻ വേണ്ടി ആ ഓഫീസാദ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു അമ്മോശന്റെ കാര്യത്തിൽ അതുപോലെ പ്രസവത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പലർക്കും നമുക്കൊക്കെ ഉണ്ടാവും ബന്ധപ്പെട്ട. എൻ്റെ ഒരു മോൾ ഒരു പെങ്ങള് 80 വയസ്സുള്ള പെങ്ങൾ സീരിയസ് ആയി കിടക്കുന്നുണ്ട്. അവർ നമ്മുടെ കുടുംബത്തിലും അതുപോലെ കേൾക്കാൻ ഏൽപ്പിച്ചവരിലും ഞങ്ങളെ ഉലമാക്കളിലും സാദാത്യങ്ങളിലും അങ്ങനെ നമ്മുടെ മുഹിബ്ബീങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെ തന്നെ അവരിലും അവരുടെ കുടുംബത്തിലും ആരൊക്കെ ഏതൊക്കെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അവർക്കൊക്കെയും ഈ സലാമത്ത് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജാബർക്കത്ത് കൊണ്ട് മേൽ പറയപ്പെട്ട എല്ലാവരുടെയും ജാബർക്കത്ത് കൊണ്ട് അവരെ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്തിനെ എളുപ്പമാക്കണേ അല്ലാഹ്. സലാമത്തിനെ എളുപ്പമാക്കണേ അല്ലാഹ്. ജീവിക്കൽ ഖൈറാകുന്ന സമയത്ത് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോട് നല്ല ജീവിതം അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് കലിമത്ത് ഉച്ചരിച്ച് നീ പൊരുത്തപ്പെട്ട ഏറ്റവും നല്ല മരണം അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമിലും അമലിലും ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ളവരാണ് നമ്മളുമായി ബന്ധപ്പെട്ട മേൽ പറയപ്പെട്ടവരും. എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നീ തീർത്തു തന്നെ അല്ലാഹ്. ഹലാല ജീവിതമാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. ആരോടും ഒന്നും ചോദിക്കേണ്ടി വരാതെ കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കേണ്ടി വരാതെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയായി നല്ല ഇസ്സത്തിലായി നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. പേടിക്കപ്പെടുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടും എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടും ശൈത്താന്റെ ശറുകളെ തൊട്ടും കണ്ണീറിന്റെ ശറുകളെ തൊട്ടും സിഹറിന്റെ ശറു ഞങ്ങളെയും കുടുംബത്തിനെയും മേൽ പറയപ്പെട്ട ഞങ്ങളെ ഉലമാക്കളെയും സാധാ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം. സയ്യിദുൽ ഉലമ അടക്കമുള്ള പാണക്കാട് സാദാത്യങ്ങൾ അടക്കമുള്ള മാണിയൂർ ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞ് അവാൾ ഉസ്താദിന് സുഖമില്ല അങ്ങനത്തെ റാത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാദാത്യങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അങ്ങനെ ആരൊക്കെ ഏതൊക്കെ മഹാന്മാരോ അല്ലാത്തവരോ ആകുന്ന ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അവർക്കൊക്കെയും ശിഫയും സലാമത്തും ദീർഘായുസ്സും നൽകണം. സമസ്തന്റെ നേതാക്കന്മാർക്ക് ഏറ്റവും നല്ല ശിഫയും സലാമത്തും മനക്കരും ദീർഘായുസ്സും ഉമ്മത്തിനെ നയിക്കാനുള്ള ഒരുപാട് കാലം നയിക്കാനുള്ള എല്ലാ കഴിവും നീ അവർക്കൊക്കെ നൽകണേ അല്ലാഹ്. പിന്നിലായി നിന്റെ ദീനിന് വേണ്ടി നല്ല മനസ്സോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ എല്ലാ കീഴടകങ്ങൾക്കും എല്ലാ പ്രസ്ഥാന ബന്ധുക്കൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ വീട്ടുകാരിൽ നിന്ന് മരിച്ചു പോയവർ വരെ വാപ്പസുഖമില്ലാത്തവരുണ്ട്.
ഈ വീട്ടുകാരിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. അസുഖമില്ലാത്തവർക്ക് നീ സലാമത്തിനെ എളുപ്പമാക്കണേ അല്ലാ. നമ്മൾ ഓരോരുത്തർക്കും മരിച്ചുപോയി. നമ്മളുടെയും ഭാര്യൻ്റെയും കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ, ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിലും മറുനാട്ടിലുമായി ഖബറിൽ കിടക്കുന്നവരൊക്കെ അർവാഹിലേക്കും നീ ചേർക്കണേ അല്ലാ. അവിടെയെല്ലാം ഖബറിടങ്ങളെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. എല്ലാ അദാബും ഉണ്ടെങ്കിൽ നീ ഒഴിവാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഞങ്ങളെ മഹാന്മാരായ മശായിഖന്മാരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ റബ്ബ്.